നമസ്കാരം. കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രം രാജ്ഭവൻ ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച വിവാദം തുടരുകയാണ്. ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയെ ABVP പ്രവർത്തകർ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചത് SFI പ്രവർത്തകരുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു. BJP ഇന്ന് ചിത്രവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ അടക്കം പ്രതിഷേധിച്ചു. BJPയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിൽ വന്ന പോസ്റ്ററുകളിൽ ഇന്ത്യൻ ദേശീയ പതാക പിടിച്ചുള്ള ചിത്രങ്ങളാണുള്ളത്. അതിനിടെ ഇന്ത്യയുടെ ദേശീയ പതാക കാവിക്കൊടിയാക്കണം എന്ന് BJPയുടെ ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ CPIMന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയം വളരെ സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അല്പസമയം മുൻപ് ആയുർവേദ കോളേജിൽ ഉയർന്ന ഒരു ബാനർ ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ്. ഇപ്പോൾ ഗവർണറെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്ക് ഇടതുപക്ഷ സംഘടനകൾ കടക്കുകയാണ്. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഫേസ് ഓഫ് കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന് വേദിയായത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ വിധത്തിൽ രാജേന്ദ്ര ആർലേക്കറുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ? ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് അതത് സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരു സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമായ സമീപനമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു സഹവർത്തിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്നതല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളും ആ ഒരു ജനാധിപത്യ മര്യാദ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ ഗവർണറുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായ വീഴ്ചകളും അതോടൊപ്പം ഭരണഘടനാപരമല്ലാത്ത പെരുമാറ്റ രീതികളും കേരളം പോലെ ഒരു പ്രബുദ്ധമായ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുമൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അതിനോട് ചേർത്ത് വെച്ച് വേണം നാം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സിംബൽ ആചരിക്കുകയോ സ്വീകരിക്കുകയോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അതിനെ പരിപാലിക്കുന്നതിലോ അതിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ സ്വീകരിക്കുന്നതിലോ ഒന്നും രാജ്യത്ത് ആർക്കും വിയോജിപ്പില്ല. അതൊക്കെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ രാജ്ഭവൻ, രാഷ്ട്രപതി ഭവൻ, സെക്രട്ടേറിയറ്റ്, പാർലമെൻറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഭരണഘടനാദത്തമായ സ്ഥാപനങ്ങളാണ്. അവിടെ ചുമതലയേൽക്കുന്ന വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും അവർ സ്വീകരിക്കുന്ന വിശ്വാസ സംഹിതകളും ഔപചാരികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളായി അത് മാറുന്നത്. RSSൻ്റെ കൊടി ചേർത്ത് വയ്ക്കുന്ന ഒരു വനിതയുടെ ചിത്രം രാജ്യത്തെ എല്ലാവരും സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തെല്ലാവരും സ്വീകരിക്കണമെന്നും അതിനു മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായി പെരുമാറണമെന്നും ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണറും അദ്ദേഹത്തിൻ്റെ ഓഫീസും വാശി പിടിക്കാൻ പാടില്ല. അതിനെ ഔപചാരികമാക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാം. രാജ്ഭവൻ ഒരു പൊതുസ്ഥാപനമാണ്. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 2 മന്ത്രിമാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. പിന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ തടയുമെന്നും അവരെയൊക്കെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നും സംഘപരിവാർ സംഘടനകൾ ഭീഷണി മുഴക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടും യോജിക്കാനാവുന്ന കാര്യവുമല്ല. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇടത് സംഘടനകളും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് ഭരണപരമോ വ്യക്തിപരമോ ആയ കാര്യങ്ങളുടെ പേരിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറും സംസ്ഥാന സർക്കാരും ഇടത് സംഘടനകളുമായിട്ടൊക്കെയുള്ള പ്രശ്നം രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമാണ്. ഇപ്പോൾ ഈ കാവിക്കൊടിയേന്തിയ വനിതയുടെ ചിത്രം ഇന്ത്യയുടെ 17 ദേശീയ മുദ്രകളിലോ ചിഹ്നങ്ങളിലോ പെടാത്ത ഒന്നാണ്. ഔദ്യോഗികമായ യാതൊരു റെലവൻസും അതിനില്ല. അപ്പോൾ സ്വാഭാവികമായും ഔദ്യോഗിക പരിപാടികളിൽ അത് സ്ഥാനം പിടിക്കേണ്ട കാര്യമില്ല. ഗവർണർക്ക് വ്യക്തിപരമായ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഷിജു ഖാൻ പറഞ്ഞതുപോലെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ആ കാര്യം അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആചരിക്കാം എന്നുള്ളതിനപ്പുറത്ത് ഇതിപ്പോൾ ഔദ്യോഗികമാക്കുന്നതിന് പിന്നിൽ എന്താണ്? 1946 ഗുരുപൂർണിമയിൽ
ഗുരുജി ഗോൾവാൾക്കർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു നാൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഭഗവത് ധ്വജത്തിന്റെ കീഴിൽ അണിനിരക്കും, അതിനെ വണങ്ങുമെന്ന്. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നടപ്പാക്കാം, പക്ഷേ അത് ഭരണഘടനാ സ്ഥാപനമായ ഗവർണറുടെ ഓഫീസ് ഉപയോഗിച്ച് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വേണോ എന്നുള്ളതല്ലേ ഇവിടുത്തെ മൗലികമായ പ്രശ്നം? നോക്കൂ, അങ്ങയുടെ അവതരണ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള വസ്തുതാപരമായിട്ടുള്ള പിശകുകളെ തിരുത്തിക്കൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, അങ്ങ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം കാവിക്കൊടി കയ്യിലേന്തിയിട്ടുള്ള ഒരു വനിതയുടെ ചിത്രം എന്നുള്ളതാണ്. ആ വനിത ആരാണ് എന്നുള്ളതിനെ പറ്റി അങ്ങേക്ക് ധാരണയില്ലെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പമാണ് ആ കാവിക്കൊടി ഏന്തി നിൽക്കുന്ന സിംഹാരൂഢയായിട്ടുള്ള ദേവതാ വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണം അനുസരിച്ച് വ്യത്യസ്തമല്ലേ ശ്രീ ശങ്കുട്ടിദാസ്? ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഭാരത് മാത എന്ന സങ്കല്പനം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ രൂപത്തിലാണ് എന്നുള്ളത് കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തതയായി നിലനിൽക്കും. ഇതല്ലല്ലോ അബനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരത് മാത, ഇതല്ലല്ലോ രാജാ രവിവർമ്മ വരച്ച ചിത്രം. അബനീന്ദ്രനാഥ് ടാഗോറിലൂടെയാണ് ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് എന്നത് 20-ാം നൂറ്റാണ്ടിലാണ് ചരിത്രം ആരംഭിക്കുന്നത്. 1947 ഇന്ത്യ ഉണ്ടായത് എന്നൊക്കെ ധരിക്കുന്ന ആളുകളുടെ സങ്കല്പമാണ്. അതിനെ ഞാൻ തിരുത്താം, അതിലേക്ക് വരുന്നതിനും ഒരു കാര്യം കൂടി. മാത്രമല്ല, കാവിക്കൊടിയായിട്ട് ഇന്ത്യയുടെ ത്രിവർണ്ണ പതാകയെ മാറ്റിയിട്ട് കാവിക്കൊടി ആക്കണമെന്ന് BJPയുടെ ദേശീയ നിർവാഹ സമിതി അംഗം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് അങ്ങ് പറഞ്ഞു. ആ വാർത്ത ശരിയല്ലെന്ന് അങ്ങേക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗമല്ല, മുൻ ദേശീയ നിർവാഹക സമിതി അംഗം എന്ന് പറഞ്ഞാൽ ശരിയാണ്. അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് മാറിയതിനു ശേഷവും ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ആ അഭിപ്രായം പറഞ്ഞത് എന്ന് വരുത്തുന്ന രീതിയിൽ നിങ്ങൾ വ്യാജമായി ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് ശരിയല്ല. സമിതി അംഗമല്ല, അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗമല്ല എങ്കിൽ പറഞ്ഞതും പറഞ്ഞ കാര്യമാണ്. എൻ ശിവരാജൻ ദേശീയ സമിതി അംഗമല്ല. BJP ശരി, എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എൻ ശിവരാജൻ പറഞ്ഞു എന്നതും BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം അഭിപ്രായപ്പെട്ടു എന്ന് പറയുന്നതിനും ഒരേ മൂല്യമാണോ ഉള്ളത്? അതിൻ്റെ അർത്ഥമാണോ? അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളതിനെ പറ്റി അങ്ങേക്ക് കൃത്യമായ ധാരണയുള്ളത് കൊണ്ടാണല്ലോ ബോധപൂർവ്വം അങ്ങനെ വളച്ചൊടിച്ച് പറയുന്നത്. എൻ ശിവരാജൻ നിങ്ങൾക്കൊന്നും അറിയാത്ത ആളുകളല്ല. ഈ എന്താണ് അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് എടുത്തു വന്നിട്ടുള്ള സമീപനം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ഏതായാലും അത് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. ത്രിവർണ്ണ പതാകയെ 1947 ഭരണഘടന നിലവിൽ വന്ന സമയത്ത് തന്നെ രാജ്യം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അംഗീകരിച്ചതിനെ BJPയും RSSും എല്ലാ സംഘപരിവാർ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ദേശീയ പതാകയെ പറ്റി വിവിധങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളും അഭിപ്രായങ്ങളും പലർക്കും ഉണ്ടായിരുന്നു. ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയാക്കുന്നതിന് ഒബ്ജക്ട് ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം അശോക ചക്രമല്ല ത്രിവർണ്ണ പതാകയുടെ നടുവിൽ വേണ്ടത്, ഗാന്ധിയൻ ചർക്കയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംഘടനകൾ ത്രിവർണ്ണ പതാകയ്ക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു ചർച്ചയിലൂടെയാണല്ലോ അവസാനം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇന്ത്യക്ക് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ദേശീയ പതാകകൾ ഉണ്ടായിട്ടുണ്ട്. 1906 ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ സമരം നടക്കുന്ന സമയത്ത് കൽക്കട്ട ഫ്ലാഗാണ്. 3 നിറമുള്ള പതാകയിൽ 8 താമര ചിഹ്നങ്ങളും താഴെ വന്ദേമാതരം എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള കൽക്കട്ട ഫ്ലാഗാണ് നമ്മൾ ആദ്യം നാഷണൽ ഫ്ലാഗായിട്ട് ഉപയോഗിക്കുന്നത്. 1907 ആയപ്പോൾ ഭിക്കാജി കാമ ഫ്ലാഗ് വന്നു. വന്ദേമാതരം എന്ന് എഴുതിയിട്ടുള്ള മറ്റു രൂപത്തിലുള്ള ഒരു ഫ്ലാഗ് വന്നു. 1917 ഹോം റൂൾ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ആനി ബസന്റും ബാലഗംഗാധര തിലകനും കൂടിയിട്ട് ഇംഗ്ലീഷിന്റെ യൂണിയൻ ജാക്ക് ആലേഖനം ചെയ്തിട്ടുള്ള ഡൊമീനിയൻ സ്റ്റാറ്റസ് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫ്ലാഗ് ഉണ്ടാക്കി. 1921 പിംഗളി വെങ്കയ്യയുടെ നേതൃത്വത്തിൽ ഗാന്ധിയൻ ഫ്ലാഗ് എന്ന് വിളിക്കുന്ന ആദ്യത്തെ ദേശീയ പതാക അവതരിപ്പിച്ചു. അതിൽ ചർക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1931 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ള ത്രിവർണ്ണ പതാകയുടെ നടുവിൽ ചർക്കയാണ് ഉണ്ടായിരുന്നത്. ഈ പറയുന്ന അശോക ചക്രമല്ല ഉണ്ടായിരുന്നത്. 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ ഒടുക്കം എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രൈ കളർ എന്ന് പറയുന്ന ഫ്ലാഗിലേക്ക് എത്തിയത്. ആ ഘട്ടത്തിൽ പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ ത്രിവർണ്ണ പതാക നിലവിൽ വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്ന വാദത്തോടാണ് എതിർപ്പ്. ഭാരത് മാതയുടെ കയ്യിലുള്ള ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസമില്ല. വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്. ഇവിടെ ഇപ്പോൾ ശങ്കുട്ടിദാസ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെ വരാം. ഒരൊറ്റ സെക്കൻഡ് ശങ്കു. ഇപ്പോൾ ഞങ്ങൾ 1947 ശേഷം ത്രിവർണ്ണ പതാകയെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആൾ എന്ത് നിലപാടെടുത്തു, നിലപാടെടുക്കാതിരുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ KP ശശികല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുത്വ പ്രചാരകയാണല്ലോ. KP ശശികലയുടെ നിരവധി പ്രസംഗങ്ങൾ ഇന്ത്യൻ പതാകയെ വിമർശിച്ചുകൊണ്ട് ഈ 3 നിറം തുന്നിച്ചേർത്ത പതാകയാണോ ഇന്ത്യയുടെ പതാകയായി വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് യൂട്യൂബിൽ. ഞാൻ ആ പ്രസംഗമൊക്കെ കേട്ട് റെഫർ ചെയ്ത് KP ശശികലയുമായി 10 കൊല്ലം മുമ്പ് ഒരു അഭിമുഖം നടത്തിയിരുന്നു. അവർ ആ പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ഹിന്ദുത്വ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവത് ധ്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്നുള്ളത് തന്നെയാണ്. അതിന് ചരിത്രപരമായ വസ്തുതകളുണ്ട്. ഞാൻ ഇപ്പോൾ കറണ്ടായി കേരളത്തിൽ നടന്ന കാര്യങ്ങൾ ഈ എൻ ശിവരാജൻ എന്ന മനുഷ്യൻ
തെറ്റിപ്പോയി അറിയാണ്ട് പറഞ്ഞു പോയ ഒരു കാര്യമാണ് എന്ന മട്ടിൽ ഇതിനെ കാണണ്ട. അതൊരു ഐഡിയോളജിക്കൽ പൊസിഷൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം പറഞ്ഞത്. അല്ല, നിങ്ങളിതൊക്കെ ബോധപൂർവമാണ് പറയുന്നത്. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനെ സാന്ദർഭികമായി തന്നെ തിരുത്തിയതും. ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ, വ്യക്തികളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് സംഘടനകളുടെ അഭിപ്രായങ്ങളാക്കുന്ന രീതി ശരിയല്ല. 1947 ശേഷം ത്രിവർണ്ണ പതാകയെ വിമർശിച്ചുകൊണ്ടുള്ള യാതൊരു ലേഖനങ്ങളും ഈ പറയുന്ന RSSന്റെ മൗത്ത് പീസുകളായിട്ടുള്ള ഓർഗനൈസറിലോ മറ്റോ വന്നിട്ടില്ല. അതിന് മുൻപ് വന്നിട്ടുണ്ട്. മുൻപ് വന്നിട്ടുള്ള ലേഖനങ്ങളെ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. പക്ഷേ ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 2002-ലാണ്. ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ് സ്വകാര്യ സംഘടനകൾക്കും വ്യക്തികൾക്കും പതാക ഉയർത്താനുള്ള അനുമതി കിട്ടിയത്. 2002 മുതൽ RSSന്റെ ദേശീയ കാര്യാലയത്തിൽ ഡൽഹിയിലുള്ള ജണ്ടേവാലയിലാണെങ്കിലും നാഗ്പൂരിലുള്ള ആസ്ഥാന കാര്യാലയത്തിലാണെങ്കിലും ത്രിവർണ്ണ പതാക എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും അതേപോലെ തന്നെ റിപ്പബ്ലിക് ദിനത്തിനും ഉയർത്തുന്നുണ്ട്. അത് ഇപ്പോഴും ഉയർത്താത്ത സംഘടനകൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞങ്ങൾ ദേശീയ പതാക എതിർക്കുന്ന ആളുകളാണെന്നുള്ള വ്യാജവാദം ദയവായി നിങ്ങൾ നിരത്തരുത്. വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ താങ്കൾ ഇത്രയും ചരിത്രം ബംഗാളി വെങ്കയ്യ പതാക ഉണ്ടാക്കിയ ചരിത്രം മുതൽ പറഞ്ഞതുകൊണ്ട് പറയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിക്കുന്നത് 1947 ജൂലൈയിലാണല്ലോ. ജൂലൈ 17-ാം തീയതി ഓർഗനൈസറിന്റെ മുഖപ്രസംഗം ദ നേഷൻസ് ഫ്ലാഗ് എന്ന തലക്കെട്ടിൽ ഇത് ഇന്ത്യക്കാരുടെ പതാക ആവില്ല, നമ്മുടെ നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിനെ ഉൾക്കൊള്ളുന്ന പതാക വേണം എന്നാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ചപ്പോൾ അതിനോടുള്ള RSSന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ ഓർഗനൈസറിന്റെ മുഖലേഖനം വന്നത്. പോട്ടെ, അതും കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഓർഗനൈസർ എഴുതിയത് ഞാൻ വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച തുടരാം. ദ പീപ്പിൾ ഹു ഹാവ് കം ടു പവർ ബൈ ദ കിക്ക് ഓഫ് ദ ഫേറ്റ് മേ ഗിവ് ഇൻ അവർ ഹാൻഡ്സ് ദ ട്രൈകളർ ബട്ട് ഇറ്റ് നെവർ ബി റെസ്പെക്റ്റഡ് ആൻഡ് ഓൺഡ് ബൈ ഹിന്ദുസ്. 1947 RSSന്റെ ഓർഗനൈസർ പ്രഖ്യാപിച്ചത് ഈ ത്രിവർണ്ണ പതാക ഒരു കാലത്തും ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഓൺ ചെയ്യുകയോ റെസ്പെക്ട് ചെയ്യുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. എൻ്റെ ചോദ്യം ഇപ്പോൾ അതല്ലേ നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ചോദ്യത്തിലുള്ള പ്രശ്നം നിങ്ങൾക്കറിയാം. 1947 ഓഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റുകൾ നടക്കുന്നേ ഉള്ളൂ. ഇന്ത്യയുടെ ഘടനയെ സംബന്ധിച്ച് ഇന്ത്യയുടെ പതാക അംഗീകരിക്കുകയും അത് രാജ്യം സ്വതന്ത്രമായപ്പോൾ ചെങ്കോട്ടയിൽ ഉയർത്തുകയും ചെയ്തല്ലോ സാർ. നോക്കൂ, സാങ്കേതികത്വം പറയല്ലേ ശ്രീ, നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കണം, എന്നെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ തുടർന്നോളൂ, എനിക്കിത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ചരിത്രം പഠിക്കുന്ന ഏത് കുട്ടിക്കും അറിയുന്ന ചില അടിസ്ഥാനപരമായിട്ടുള്ള കൊല്ലക്കണക്കുകൾ ഞാൻ പറയാം. 1949 നവംബർ 14-ാം തീയതിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് 1950 ജനുവരി 26-ാം തീയതിയാണ്. അതിനു മുൻപുള്ളത് ഡിബേറ്റുകൾ മാത്രമാണ്. അത് ഭരണഘടന എന്ന് പറയുന്ന നമ്മൾ ഇന്ന് അംഗീകരിക്കുന്ന അനുസരിക്കുന്ന വ്യവസ്ഥിതിയായി മാറുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ശേഷം സമാനമായിട്ടുള്ളൊരു വിമർശനം നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ 1947-46 പറഞ്ഞാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആ ഘട്ടത്തിൽ ചെങ്കൊടി ഇന്ത്യയുടെ ദേശീയ പതാകയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ലേഖനം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. മഹാത്മാഗാന്ധി ചർക്കയാണ് ദേശീയ പതാകയുടെ നടുവിൽ വരേണ്ടത്, ഈ പറയുന്ന അശോക ചക്രം ഇതിന് യഥാർത്ഥത്തിലുള്ള ഇന്ത്യക്കാരന്റെ വാല്യൂറിനെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലേഖനം ഞാൻ കാണിച്ചു തരാം. ഹിന്ദു മഹാസഭ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ആ ഘട്ടത്തിൽ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ കാണിച്ചു തരാം. നാട്ടുരാജ്യങ്ങൾ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നാട്ടുരാജ്യങ്ങൾ ഈ പതാകയ്ക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെയുള്ള നിരവധി അഭിപ്രായങ്ങളെയും നിരവധി പക്ഷങ്ങളെയും പരിഗണിച്ചിട്ടാണ് അവസാനം നമ്മളൊരു പൊതു പോയിന്റിൽ എത്തിയത്. ആ പോയിന്റിൽ എത്തിയതിനു ശേഷമുള്ള നിലപാട് എന്താ എന്നുള്ളതാണ് ചർച്ച. ഇനി രണ്ടാമത്തെ കാര്യം, ഭാരത് മാത എന്ന് പറയുന്നത് താങ്കളെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ഭാരത് മാത എന്ന ഡിബേറ്റിലേക്ക് വരാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അത് ഇപ്പോൾ ഈ ഡേറ്റ് വെച്ച് ഈ വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കല്ലേ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? എന്നാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇപ്പോഴത്തെ ത്രിവർണ്ണ പതാകയെ അശോക സ്തംഭം നടുവിലുള്ള ഈ ചക്രം നടുവിലുള്ള ഈ ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്? അത് 1947 ജൂലൈയിലാണ്. അതിനുശേഷമാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ പതാകയാണല്ലോ സാർ ഉയർത്തിയത്. ഈ ദേശീയ പതാകയാണല്ലോ 1947 ഓഗസ്റ്റ് 15-ന് ഉയർത്തിയത്. ആ പതാകയെക്കുറിച്ച് അന്ന് പറഞ്ഞ നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നത് 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് എന്നുള്ളത് അതിനൊരു മറുപടിയാവുമോ? തീർച്ചയായിട്ടും അതാണല്ലോ മറുപടി. കോൺസ്റ്റിറ്റ്യൂഷൻ ഔദ്യോഗികമായി നിലവിൽ വന്നതിന് ശേഷമാണ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥിതി ഉണ്ടായത്. ഇതൊരു സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന സങ്കല്പം 1950 ജനുവരി 26-ാം തീയതിയാണ് വരുന്നത്. അതിനു മുമ്പ് എന്താ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞ 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഒരു സമ്പൂർണ്ണ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നോ? നിങ്ങളൊന്ന് പറയൂ. ആദ്യം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മുസ്ലിം ലീഗ് അംഗങ്ങൾ കൂടി ഉൾപ്പെടുന്നതായിരുന്നു. 1947 ഓഗസ്റ്റ് 15-ന് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ
കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിസോൾവ് ആവുകയും ഈ അംഗങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് പോവുകയും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് 1950 വരെ ചർച്ചകൾ നടത്തിയിട്ട് നമ്മുടെ ഇന്നത്തെ ഓരോ വ്യവസ്ഥയും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകളിൽ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യം മതേതരമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ രാജ്യത്തിന്റെ മഹത്തായിട്ടുള്ള ചരിത്രതയോ പാരമ്പര്യത്തെയോ പൂർണ്ണമായി നമ്മൾ നിഷേധിക്കുന്നു എന്നല്ല. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തോട് പ്രത്യേകമായിട്ടുള്ള അനുഭവം പുലർത്തുകയോ ഏതെങ്കിലും മതത്തോട് വിവേചനപരമായിട്ടുള്ള സമീപനം പുലർത്തുകയോ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് എന്താണ് കംപ്ലീറ്റ് സെപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഫ്രം ദ ചർച്ച് അല്ല, ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻസ് ആണ്, സർവ്വധർമ്മ സമഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ ഞാൻ മുഴുവനാക്കട്ടെ, ഇന്ത്യയുടെ ഗ്ലോറിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ ഹെറിറ്റേജിനെ, ഇന്ത്യയുടെ കൾച്ചറലായിട്ടുള്ള പാരമ്പര്യത്തെ നമ്മൾ നിഷേധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം 1947 ഓഗസ്റ്റ് 15 നിലവിൽ വന്നിട്ടുള്ള രാഷ്ട്രമല്ല. അത് നൂറ്റാണ്ടുകളുടെയോ സഹസ്രാബ്ദങ്ങളുടെയോ പഴക്കമുള്ള ഒരു രാഷ്ട്ര സങ്കല്പമാണ്. ആ രാഷ്ട്രഭാവന ഉരുത്തിരിഞ്ഞു വരുന്നതിന്റെ ഓരോ ഘട്ടത്തിലും അതിനെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഹിന്ദു സംസ്കൃതി ഇവിടെ ഉണ്ട്. ആ ഹിന്ദു സംസ്കൃതിയുടെ അടയാളങ്ങളും ചിഹ്നങ്ങളും ആ രാഷ്ട്രത്തിന്റെ ഏത് ഘട്ടത്തിലും അതിന്റെ പ്രധാന അടയാളങ്ങളായി നിലനിൽക്കുന്നുണ്ട്. 1947 ശേഷം അത് ഇല്ലാണ്ട് ആയിട്ടില്ല. മതേതരമായി ഒരു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ രാഷ്ട്രത്തെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഘടകങ്ങളെ മുഴുവൻ പൂർണ്ണമായിട്ട് പറിച്ചെറിഞ്ഞു കളയാന്നുള്ളതല്ല. ഇന്ത്യയുടെ ഇന്നത്തെ ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഭരണഘടനാ പ്രകാരമുള്ള രാഷ്ട്ര സങ്കല്പത്തിൽ പോലും ഹിന്ദുമതത്തിന്റെ സ്വാധീനങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാഷണൽ മോട്ടോ എന്താ? സത്യമേവ ജയതേ എന്നുള്ളതാണ്. സത്യമേവ ജയതേ എവിടുന്നാ വന്നത്? മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്തിട്ടുള്ള സത്യമേവ ജയതേ. നമ്മുടെ സുപ്രീം കോടതിയുടെ മോട്ടോ എന്താണ്? യഥോ ധർമ്മ സ്തതോ ജയ എന്നുള്ളതാണ്. യഥോ ധർമ്മ സ്തതോ ജയ എവിടെ നിന്ന് വന്നതാ? മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്, ശാന്തിപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ സൈന്യങ്ങളുടെ എല്ലാ മോട്ടോസ് നിങ്ങൾ നോക്കൂ. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താണ്? സേവാഹി പരമോ ധർമ്മ എന്ന് പറയുന്നതാണ്, ഹിന്ദു ധർമ്മത്തിൽ നിന്നുള്ള സങ്കല്പമാണ്. നമ്മുടെ നേവിയുടെ മോട്ടോ എന്താ? ശം നോ വരുണ എന്ന് പറയുന്നത് യജുർവേദത്തിന്റെ തൈത്തിരിയാരണ്യകത്തിൽ നിന്നുള്ളതാണ്. നമ്മുടെ എയർഫോഴ്സിന്റെ മോട്ടോ എന്താ? നഭസ്പൃശം ദീപ്തം എന്ന് പറയുന്നത് ഭഗവത്ഗീതയിലെ വിശ്വരൂപ ദർശനത്തിനെ വർണ്ണിക്കുന്ന ഭാഗമാണ്. ആകാശം മുട്ട വളർന്നു നിൽക്കുന്ന ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്ന നഭസ്പൃശം ദീപ്തം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നാഷണൽ സിംബൽ എന്താണ്? അശോകന്റെ സാർനാഥിലെ ലയൺ ക്യാപിറ്റൽ ഓഫ് സാർനാഥ് ആണ്. അതെന്താ? ഒരു ഹിന്ദു ബുദ്ധിസ്റ്റ് റിലീജിയസ് സിംബലാണ്. അതിന്റെ താഴെയുള്ളത് എന്താണ്? ധർമ്മചക്രയാണ്, വീൽ ഓഫ് ധർമ്മയാണ്, ഹിന്ദു സങ്കല്പമാണ്. ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗിന്റെ നടുക്ക് നിൽക്കുന്ന അശോക ചക്രം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മ, വീൽ ഓഫ് ധർമ്മയാണ്. 24 കൈകളോട് കൂടിയിട്ടുള്ള എന്താണ് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മചക്രമാണ്. അത് ഹിന്ദു സങ്കല്പമാണ്. അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഈ പറയുന്ന മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലെല്ലാം ഹിന്ദു സംസ്കൃതിയുടെ സ്വാധീനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന്റെ സിവിലൈസേഷണൽ റൂട്ട്സ് എന്ന് പറയുന്നത് ഹിന്ദു എത്തോസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ ഹിന്ദു എത്തോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും മതത്തിനെതിരെയല്ല, അത് ഹിന്ദുക്കളുടെ മാത്രം രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിലല്ല, പക്ഷേ അത് എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള പ്രയത്നത്തിന്റെ പേരല്ല ഹിന്ദുത്വം എന്നുള്ളത്. ഈ രാഷ്ട്രത്തിന്റെ ഹിന്ദുത്വ സ്വഭാവത്തെ മറഞ്ഞു പോകാതെ വാർന്നു പോകാതെ കാത്തുരക്ഷിക്കാനുള്ള ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്, റെസിസ്റ്റൻസ് മൂവ്മെന്റ് ആണ്. ഭാരത് മാതയുടെ കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ 1904 അപനീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ഭാരത് മാത ഉണ്ടാക്കിയത്. അപനീന്ദ്രനാഥ് ടാഗോർ ഉണ്ടാക്കിയത് ഭാരത് മാതയല്ല, അത് ബംഗാൾ മാതയായിരുന്നു. ആ ബംഗാൾ മാതയെ പിന്നീട് സിസ്റ്റർ നിവേദിതയാണ് ഭാരത് മാത എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അവിടെ നിന്നല്ല ഭാരത് മാതയുടെ സങ്കല്പം ഉണ്ടാവുന്നത്. 1883 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്താ പറയുക ആനന്ദ മഠ എന്ന് പറയുന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന് പറയുന്ന ഗീതം ഉണ്ടാവുന്നത്. ആ വന്ദേമാതരം ഈ ഭാരതത്തെ അമ്മയായി കണ്ട് പ്രാർത്ഥിക്കുന്ന ഗീതമാണ്. ആ ഗീതത്തിൽ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും നമുക്ക് അടുത്ത റൗണ്ടിൽ വിശദമായി നടത്താം. ശ്രീ ശങ്കു, ആദ്യം ഈ പതാകയുടെ കാര്യം ഒന്ന് കഴിഞ്ഞിട്ട്, രാഷ്ട്ര സങ്കല്പത്തെ മാതാവായി കരുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാണുന്നത് കുഴപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പല രാഷ്ട്രങ്ങളും രാഷ്ട്രത്തെ മാതാവായി കാണുന്നുണ്ട്, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അതിനൊരു പൊളിറ്റിക്കൽ മെസ്സേജിങ് ടൂളാക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അതിലെ കോറായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോ ഒരു കാര്യം കൂടി, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് എല്ലാവരും ഭാരത് മാതയുടെ ഫോട്ടോ വെച്ചിട്ട് അവരെ വണങ്ങിക്കൊള്ളുന്നത് രാജ്ഭവൻ പറഞ്ഞിട്ടുണ്ടോ? രാജ്ഭവൻ വളരെ കൃത്യമായി പറഞ്ഞു. രാജ്ഭവൻ ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പി ശ്രീകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ കാവ്യ പതാക മാറ്റിയിട്ട് ത്രിവർണ്ണ പതാക എന്തിയിട്ടുള്ള ഭാരത് മാതയുടെ ചിത്രം വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനും ഞങ്ങൾ സന്നദ്ധരായിരുന്നു. എന്നാൽ ഈ മുൻപൊന്നും ഇല്ലാത്ത ഒരു സമീപനത്തോട് രാജേന്ദ്ര അർലേക്കർ വന്നത് മുതൽ നടക്കുന്ന എല്ലാ ഔദ്യോഗിക ചടങ്ങുകളിലും ഭാരത് മാതാവിന്റെ ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത
വല്ലാത്ത ഒരു ശത്രുതാപരമായിട്ടുള്ള ഭാവത്തോടു കൂടി പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാവുന്നതും ബഹിഷ്കരണം ഉണ്ടാവുന്നതും. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് സ്വാഭാവികമായി നടന്നു വന്നിരുന്ന ഒരു സംഗതിയെ വിവാദവൽക്കരിച്ചല്ലേ? അല്ലാണ്ട് ഇവരെല്ലാരും പോയിട്ട് പൂവിട്ട് ഭാരത് മാതയെ സ്വാഭാവികമായി നടന്നു വന്നിരുന്ന സംഗതി എന്ന് പറയുമ്പോൾ എന്തായാലും രാജേന്ദ്ര ആർലേക്കർ കേരള രാജ്ഭവനിൽ വരുന്നതിന് മുമ്പ് എത്രയോ ഗവർണർമാർ കേരള രാജ്ഭവനിൽ ഉണ്ടായിരുന്നു. അവരാരും ഇങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടാക്കിയതായി എൻ്റെ അറിവിലില്ല. ഇനി അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. പക്ഷേ ജിൻഡോ ജോൺ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ദേശീയ പതാക തന്നെയും ചർച്ചാ വിഷയമാവുകയാണ്. ദേശീയ പതാക മാറ്റണമെന്ന അഭിപ്രായം പോലും ഉയരുകയാണ്. അപ്പോൾ പിങ്കാലി വെങ്കയ്യ 2 കളറുള്ള പതാക നിർദ്ദേശിച്ചപ്പോൾ അത് ഡിസൈൻ ചെയ്തപ്പോൾ 3 ത്രിവർണ്ണങ്ങൾ വേണം, 3 കളറുള്ള പതാക വേണം എന്ന് ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. 3 വർണ്ണങ്ങളുള്ള വ്യത്യസ്ത പതാകകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക്. 1929 ലാഹോർ കോൺഗ്രസിന് ശേഷം ഇന്ത്യക്കാർ എല്ലാവരും ത്രിവർണ്ണ പതാക ഉയർത്താൻ ആഹ്വാനം ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. നമുക്കറിയാം ഇതിൻ്റെ ചരിത്രമൊക്കെ. എന്നിട്ടും ഇതാ ഈ വിഷയങ്ങളൊക്കെ, ഭാരത് മാത, ദേശീയ പതാക വിഷയമൊക്കെ വരുമ്പോൾ അതിൽ ശരിക്കും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് മുഖ്യധാര എന്നുള്ള നിലയിൽ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ള, ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യാനുള്ള അവകാശം എന്നിരിക്കെ ഈ വിഷയങ്ങളിൽ ലൗഡായ അഭിപ്രായം പറയുന്നതിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ അഭിലാഷേ. ഞങ്ങൾ ലൗഡായിട്ട് അഭിപ്രായം പറയുന്നതിൽ ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. ഞങ്ങളിതിൽ കൃത്യമായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയുടെ സമയത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒന്നും രാജ്യത്തിൻ്റെ പൊതുബോധത്തോടൊപ്പം നിൽക്കാതെ വൈദേശിക ശക്തികൾക്ക് വിടുപണി ചെയ്ത് ഒളിവിലിരുന്ന് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആളുകൾ, സ്വാതന്ത്ര്യം കിട്ടി 10-70 വർഷങ്ങൾക്ക് ശേഷം, 75 വർഷത്തിന് ശേഷം ഇതെല്ലാം ഞങ്ങളുടെ ലെഗസിയാണെന്ന് പറയുമ്പോഴുള്ള ഒരു ഇളിഭ്യത മാത്രമാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാത്മാഗാന്ധി ഈ ദേശീയ പതാകയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം എതിർത്തു എന്നാണ് പറയുന്നത്. ഈ ദേശീയ പതാകയെ എതിർത്തു എന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ മുഴുവൻ BJP-ക്കാർക്കും RSS നേതാക്കന്മാർക്കും ഇത്തരം ചർച്ചകൾ വരുമ്പോൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഉപയോഗിക്കുന്നത് മഹാത്മാഗാന്ധിയെയും നെഹ്റുവിനെയും അല്ലെങ്കിൽ പട്ടേലിനെ പോലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സെക്യുലർ നേതാക്കന്മാരെ കുറിച്ചിട്ടാണ്. ഒരിക്കൽ പോലും RSS-ന്റെയോ ഹിന്ദു മഹാസഭയുടെ ഏതെങ്കിലും ഒരു നേതാവിനെ കോട്ട് ചെയ്തിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇത്തരം വിഷയങ്ങളിൽ പോലും ഇവരുടെ ഐഡന്റിറ്റി ക്രൈസിസ് അതാണ്. ഇവർ രാജ്യത്തോടൊപ്പം ആയിരുന്നില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തത്, മഹാത്മാഗാന്ധി ഇന്നത്തെ ദേശീയ പതാകയ്ക്ക് എതിരായിരുന്നില്ല. മഹാത്മാഗാന്ധി ചോദിച്ച ഒരു അഭിപ്രായ വ്യത്യാസം, ഈ ദേശീയ പതാകയുടെ മധ്യത്തിൽ വെള്ള നിറത്തിൽ വരുന്നത് അശോക ചക്രത്തേക്കാൾ കുറെ കൂടി ചർക്കയല്ലേ ഈ രാജ്യത്തെ മുഴുവൻ യൂണിഫോമായിട്ട് എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു സിമ്പിൾ എന്നുള്ളൊരു, അത് ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ആശയം മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അല്ലാതെ ഇതിനെ എതിർക്കുകയല്ല ചെയ്തത്. മഹാത്മാഗാന്ധി ദേശീയ പതാകയെ എതിർത്തു എന്ന് പറയുന്നത് അതൊരു സംഘപരിവാർ അഭിപ്രായമാണ്. മഹാത്മാഗാന്ധി ദേശീയ പതാകയെ എതിർക്കുകയല്ല. മാത്രമല്ല 1921 തൊട്ട് 31 വരെയുള്ള മഹാത്മാഗാന്ധിയുടെ വിവിധ എഴുത്തുകൾ, വിവിധ രചനകളിൽ യങ് ഇന്ത്യ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അത് കോഡിഫൈ ചെയ്തിട്ടുണ്ട്. യങ് ഇന്ത്യയിൽ കൃത്യമായിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്തിന്റെ ദേശീയ പതാക അടക്കം ദേശീയ ചിഹ്നങ്ങൾ മുഴുവൻ സെക്യുലർ ആയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞത് സെക്യുലർ ആയിരിക്കണമെന്ന, മുഴുവൻ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന, ഉൾച്ചേരുന്ന കാഴ്ചപ്പാടുകളെ ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പാടുള്ളൂ എന്ന്. പാകിസ്ഥാനെ പോലെയല്ല, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ പോലെയല്ല, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം എന്ന് കോൺഗ്രസ് മുന്നിൽ വെച്ചൊരു സന്ദേശമാണ് നമ്മളൊക്കെ ഇന്ന് ഡിബേറ്റ് ചെയ്യുന്നത്. ഇനി ഇവർ പറയുന്നത് എന്താ, ഈ ദേശീയ പതാകയിൽ ഈ നിറങ്ങൾ, ഇന്നിപ്പോൾ ശിവരാജൻ ആരും ആയിക്കോട്ടെ, ശിവരാജൻ BJP-യുടെ ഒരു കൗൺസിലർ ആണല്ലോ. ശിവരാജന്റെ ആ അഭിപ്രായത്തെ, ദേശീയ പതാക മൂവർണ്ണക്കൊടിയെ മാറ്റിയിട്ട് BJP പറയുന്ന അല്ലെങ്കിൽ RSS എൻഡോഴ്സ് ചെയ്യുന്ന ഈ ഭഗവത് ധ്വജത്തെ ദേശീയ പതാകയെ ആക്കണം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം, അത് തള്ളാൻ BJP തയ്യാറായിട്ടുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും BJP-യുടെയും RSS-ന്റെ നിലപാട് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ശിവരാജൻ പറഞ്ഞത് തെറ്റാണ്, തിരുത്തണം എന്ന് പറയാൻ ഏതെങ്കിലും ഒരു BJP നേതാവ് ഈ നിമിഷം വരെ തയ്യാറായിട്ടുണ്ടോ? ആയിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ദേശീയ പതാകയിൽ പറഞ്ഞ സമൃദ്ധിയും സമാധാനവും ധൈര്യവും ഒക്കെ ഈ രാജ്യത്തെ തള്ളി പറഞ്ഞു എന്നാണോ? ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയിൽ ഔദ്യോഗികമായി പറയുന്നു, അതല്ല BJP-യുടെ നിലപാട്. ശരി, ഓക്കെ, ക്ലിയർ. പറഞ്ഞോളൂ ശ്രീ ജിൻഡോ, തുടർന്നോളൂ. ഓക്കെ. അപ്പൊ ശിവരാജന്റെ നിലപാട്, പാലക്കാട് നഗരസഭാ കൗൺസിലറായിട്ടുള്ള, ദേശീയ സമിതി അംഗമായിട്ടുള്ള, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന ശിവരാജന്റെ നിലപാട് BJP-യുടെ ഔദ്യോഗിക നിലപാടല്ല. അപ്പോൾ ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അവഹേളിച്ചുകൊണ്ട് തികച്ചും വ്യക്തിപരമായിട്ടുള്ള, മതലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ള, വർഗീയ ലക്ഷ്യം മാത്രം വെച്ചിട്ടുള്ള ശിവരാജന്റെ ആ നടപടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന BJP തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇനി നമ്മുടെ ദേശീയ പതാകയിൽ ഉൾച്ചേർന്നിട്ടുള്ള സമാധാനവും സമൃദ്ധിയും
അതുപോലെ ധൈര്യവും ഒക്കെ ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ധീരദേശാഭിമാനികൾ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ചപ്പോൾ RSSും ഹിന്ദു മഹാസഭയും ഒക്കെ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒളിവിലിരുന്ന് പാദസേവ ചെയ്യുകയായിരുന്നു. ഇവിടെ അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാതയെ കുറിച്ചിട്ട് പറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഒരു വാചകം അതുകൂടി പറയാം. കതിരും അറിവും വസ്ത്രവും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശ്വാസവും ഒക്കെ 4 കൈകളിൽ ഉയർത്തിപ്പിടിച്ച അഭിനീന്ദ്രനാഥ ടാഗോറിന്റെ ഭാരത് മാതായിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യമില്ലാത്ത ഈ ഭാരത് മാതാ ചിത്രം, അതുകൊണ്ടാണ് അഭിലാഷ് പറഞ്ഞ ആ പോയിന്റ് ശരിയായ പോയിന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു കാവിക്കോടി പിടിച്ച ഒരു വനിത, അതിനപ്പുറത്ത് ഇന്നിപ്പോ ആ ചിത്രത്തിന്റെ പുറകിൽ അഖണ്ഡ ഭാരതമില്ല. അത് ഏത് വനിതയാണ്? ഇന്ത്യയിലെ മുഴുവൻ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യരെ അഡ്രസ് ചെയ്യുന്നുണ്ടോ? മുസ്ലിങ്ങളെ, ക്രൈസ്തവരെ, സിഖുകാരെ, പാഴ്സികളെ, ഈ രാജ്യത്തുള്ള സകല ജാതി മത വിശ്വാസങ്ങളെയും ഭാഷകളും സംസ്കാരങ്ങളിലും ജീവിക്കുന്ന മനുഷ്യരെ അഡ്രസ് ചെയ്യുന്ന ഒരു ചിഹ്നമാണ് നിങ്ങൾ പറയുന്ന ഭാരത് മാത. അതിപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളെയും ഉൾച്ചേരാത്ത, ഉൾക്കൊള്ളാത്ത ഒരു വനിത, ഒരു ഭഗവത് വചം പിടിച്ച കാവിക്കൊടി പിടിച്ച ഒരു വനിതയുടെ ചിത്രം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ബഹുമാനിക്കും, നിങ്ങളും ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം എന്താ ഇന്ന് BJPയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലിട്ടപ്പോൾ കാണാതെ പോയത്? ഇന്ന് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിങ്ങളുടെ BJPയുടെ നേതാക്കന്മാർ പുഷ്പാർച്ചനയൊക്കെ നടത്തി ഈ ആഘോഷം നടത്തിയപ്പോൾ ആ ചിത്രത്തിലും അഖണ്ഡ ഭാരതത്തിന്റെ ചിത്രം കണ്ടില്ലല്ലോ. ത്രിവർണ്ണ പതാകയ്ക്ക് പകരം കാവിക്കൊടി വന്നു എന്നുള്ള വ്യത്യാസത്തിനപ്പുറം അഖണ്ഡ ഭാരതം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ വിട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ അത് വിട്ടുപോകുന്നത്? ഇനി ഒരു കാര്യം കൂടി, താങ്കൾ പറഞ്ഞല്ലോ മുൻപ് എങ്ങും ഇല്ലാത്ത ഒരു പ്രശ്നം, ഇപ്പോൾ എന്തോ ഒരു പ്രശ്നമെന്ന്. മുൻപ് എങ്ങും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ BJPയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് വിവിധ ഗവർണർമാർ വന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ കാലത്ത് തന്നെ വിവിധ ഗവർണർമാർ കേരളത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചപ്പോഴും അതുപോലെ ജനതാ പാർട്ടി ഭരിച്ചപ്പോഴും ഒക്കെ കേരളത്തിൽ വിവിധ ഗവർണർമാർ വന്നിട്ടുണ്ട്. അന്നൊന്നും ആഘോഷിക്കാനും പൂജിക്കാനും തോന്നാത്ത ഒരു കാവിക്കൊടി പിടിച്ച വനിതയുടെ ചിത്രത്തിന്റെ മുമ്പിൽ പ്രത്യേക താല്പര്യമെടുത്ത് പൂജ നടത്തണമെന്ന് എന്തുകൊണ്ടാണ് RSSകാരനായിട്ടുള്ള ആർലേക്കർക്ക് തോന്നുന്നത്? അത് RSSന്റെ അജണ്ട അതുകൊണ്ട് മാത്രമാണ്. ഇത് എല്ലാവരുടെയും ഭാരതമാതയാണെന്ന് പറയില്ലേ? ഞങ്ങളുടെ ഭാരതമാത ഈ രാജ്യത്തെ സകല വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരാണ് ഭാരത് മാത. ഇവിടുത്തെ സകല ജാതിയിലും മതങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യർ. നെഹ്റു കൃത്യമായിട്ട് ഭാരത് മാത സങ്കല്പത്തെ കുറിച്ചിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഈ നെഹ്റുവിനെയും ഗാന്ധിയൊക്കെ കോട്ട് ചെയ്ത നിങ്ങൾ ഗാന്ധിയും നെഹ്റുവും ഒക്കെ ഭാരത് മാത സങ്കല്പത്തെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് എന്നുകൂടി ധൈര്യസമേതം പറയണം. ഈ ഷിജു ഖാൻ നേരത്തെ നമ്മൾ പറഞ്ഞ വിവിധ വിഷയങ്ങളിൽ ശ്രീ ശങ്കുട്ടിദാസ് ഊന്നിയത് ഇന്ത്യയെ സംബന്ധിച്ച് 1947 മുതലുള്ള ചരിത്രമല്ല, അതിനു മുമ്പ് ഈ ഭൂപ്രദേശത്തിന് ചരിത്രമുണ്ട്. അപ്പോൾ അതിൽ ഹൈന്ദവമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ സങ്കല്പത്തിൽ എന്നുള്ളതാണ്. ഹൈന്ദവവും ബൗദ്ധവുമായ പൗരാണികമായ പല കാര്യങ്ങളും. നമുക്ക് ഭാരതത്തിൻ്റെ പൗരാണിക ചരിത്രത്തെ സമ്പൂർണ്ണമായി തമസ്കരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുക ഒരു ആധുനിക ദേശരാഷ്ട്രത്തിന് എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവിടുത്തെ ഇപ്പോഴത്തെ രാജ്ഭവനിലെ ഈ പുഷ്പാർച്ചനയും തുടർന്നുള്ള വിവാദങ്ങളും ഈ പറയുന്ന പൗരാണിക ചരിത്രത്തോടോ പാരമ്പര്യത്തോടോ ഉള്ള അഭിനിവേശം കൊണ്ടാണ് എന്ന് കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ശങ്കുറ്റിദാസ് മുന്നോട്ട് വെച്ച പല വാദങ്ങളെയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തന്നെ തള്ളിക്കളഞ്ഞ വാദങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രവും പാരമ്പര്യവും എല്ലാ സംസ്കൃതികളുമായും ബന്ധിതമാണ്. അതിൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ, സംസ്കാരങ്ങളുടെ, ഭാഷകളുടെ ഒക്കെ സവിശേഷത നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ശങ്കുറ്റിദാസൊക്കെ അനുകൂലിക്കുന്ന ഒട്ടേറെ ആളുകൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇന്ത്യയുടെ പേരെന്തായിരിക്കണം എന്ന ചർച്ചയ്ക്ക് അവരൊക്കെ കൊടുത്തിട്ടുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഇപ്പോൾ ഭാരതവർഷം, ഹിന്ദുസ്ഥാൻ തുടങ്ങിയ പേരുകൾ അവരെപ്പോലുള്ള ആളുകൾ അവിടെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ മഹാനായ അംബേദ്കർ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷോൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന കൃത്യമായ ഡെഫിനിഷനാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന നാമം ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പൗരോഹിത്യവുമായോ ഐതിഹ്യവുമായോ മിത്തോളജിയുമായോ സന്ധി ചെയ്യുന്ന ഒരു വാക്കല്ല എന്നതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ഭാരത് ദാറ്റ് ഈസ് ഇന്ത്യ എന്നല്ല, കൃത്യമായും ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന ഡെഫിനിഷനിലേക്ക് നമ്മുടെ രാജ്യം എത്തി. അപ്പോൾ ശങ്കുറ്റിദാസ് നമ്മുടെ ചരിത്രം കൃത്യമായും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ചർച്ച ചെയ്തു. ഹിന്ദുസ്ഥാൻ എന്ന പേരല്ല നാം സ്വീകരിച്ചത്, ഭാരതവർഷം എന്ന പേരല്ല നാം സ്വീകരിച്ചത്, ഇന്ത്യ എന്ന പേര് നാം സ്വീകരിക്കുകയുണ്ടായി. രണ്ട്, ഇപ്പോൾ ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ശങ്കുറ്റിദാസ് ഇന്ത്യയുടെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. ഏതാണ്ട് 1,17,369 വാക്കുകളുള്ള ഇന്ത്യൻ ഭരണഘടന ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഭരണഘടനകളിൽ ഒന്നാണ്.
ആ ഭരണഘടനയുടെ അതിൻ്റെ എഴുതപ്പെട്ട കോപ്പി, അതിൻ്റെ ആദ്യത്തെ എഴുതപ്പെട്ട കോപ്പി നമ്മുടെ പാർലമെൻറ്റിലെ ലൈബ്രറിയിൽ ഇപ്പോഴും കൃത്യമായും സൂക്ഷിക്കുന്നുണ്ട്. ഇന്ത്യൻ സംസ്കൃതിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴയ ഒരു മുദ്രയിൽ നിന്ന്, ഹാരപ്പൻ മുദ്രകളുടെ രേഖാചിത്രത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയുടെ ആ കൈയെഴുത്തു പ്രതി ആരംഭിക്കുന്നത്. പിന്നാലെയുള്ള ഭാഗങ്ങളിൽ വേദകാലത്തിൻ്റെ, മഹാഭാരത, രാമായണ കഥാസന്ദർഭങ്ങളും അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി നമുക്ക് കാണാം. 5-ാം ഭാഗത്തിൻ്റെ തുടക്കത്തിൽ ബുദ്ധൻ്റെ ചിത്രമാണ്. 14-ാം ഭാഗത്തിൻ്റെ തുടക്കത്തിൽ അക്ബറുടെ രാജ സദസ്സാണ്, അതിൻ്റെ രേഖാചിത്രമാണ്. 16-ാം ഭാഗത്തിൻ്റെ തുടക്കത്തിലുള്ള ചിത്രം ടിപ്പു സുൽത്താൻ്റെയും ഝാൻസി റാണിയുടെയും ചിത്രങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ വൈവിധ്യത്തെ വാരി വിതറുന്ന, വിന്യസിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തയ്യാറാക്കിയ, രേഖപ്പെടുത്തിയ ഭരണഘടനയുടെ കോപ്പി ഒന്ന് നോക്കിയാൽ അറിയാം നമ്മുടെ വൈവിധ്യം എത്ര വലുതാണെന്ന്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പതാകയെക്കുറിച്ച് പറഞ്ഞല്ലോ. ദേശീയ പതാകയെ RSS ഓർഗനൈസറിൽ 947-ലും അംഗീകരിച്ചില്ല. അപ്പോൾ അതിനു മുമ്പ് നടന്ന ഡിബേറ്റുകളും വാദപ്രതിവാദങ്ങളും രാഷ്ട്രസങ്കല്പങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ശങ്കുറ്റിദാസ് അതിനെ ന്യായീകരിച്ചത്. ശങ്കുറ്റിദാസ് ഇന്ത്യ അംഗീകരിച്ച, ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർത്താൻ തീരുമാനിച്ച ദേശീയ പതാകയെ അത് അംഗീകരിക്കപ്പെടുന്നതുവരെ ഏറ്റവും അവസാനം വരെയും എതിർത്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ നിലപാട് ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനം RSS ആണ്. എന്നു മാത്രമല്ല, ത്രിവർണം അഥവാ 3 നിറം തിന്മയുടെ പ്രതീകമാണ്, അതല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാകേണ്ടതെന്ന് സ്വാതന്ത്ര്യഘട്ടത്തിലും വാശി പിടിച്ച് നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ്. അത് വിമർശന വിധേയമാക്കണ്ടേ? പിന്നെ ഇവിടെ കാവിക്കൊടി പിടിച്ച ഒരു വനിതയുടെ ചിത്രത്തെ ഇന്ത്യൻ ദേശീയതയുടെ പ്രതീകമായിട്ടും സംസ്കാരത്തിൻ്റെ പ്രതീകമായിട്ടുമൊക്കെ എല്ലാവരും അംഗീകരിക്കണം എന്ന വാദം ശങ്കുറ്റിദാസ് ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ഭാരതമാതാവ് എന്ന സങ്കല്പം തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇവിടെ സൂചിപ്പിച്ചു, ബംഗാൾ മാത എന്ന് പറയുന്ന ആശയത്തിൽ നിന്നാണ് സിസ്റ്റർ നിവേദിത അതിനെ ഭാരതമാത എന്ന ആശയത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അവിടെ തന്നെ വൈവിധ്യമുണ്ട്. പിന്നെ നിരവധി ചിത്രകന്മാർ ശങ്കുറ്റിദാസെ പിന്നെ നിങ്ങൾ ഈ സൂചിപ്പിക്കുന്ന ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങൾ വരച്ചിട്ടില്ലേ? ഇതിലെ ഏതൊക്കെ ചിത്രമാണ്? 4 കൈകളുള്ള ചിത്രമുണ്ട്, ആഫ്രിക്കൻ സിംഹത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ചിത്രമുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെയും നേപ്പാളിൻ്റെയും പാകിസ്ഥാൻ്റെയും അവിഭക്ത ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇന്ത്യൻ ജിയോഗ്രഫി അല്ല, ഇന്ത്യ 947-ന് മുമ്പുള്ള ആ ഘട്ടത്തിൽ അഖണ്ഡ ഭാരതത്തോടു കൂടിയ പിന്നെ ഇന്ത്യയുടെ ചിത്രം സ്വീകരിച്ചിരിക്കുന്ന ഭാരതമാതാവുണ്ട്. അങ്ങനെ പല പല ഭാരതമാതാക്കളെ പല പല ചിത്രകാരന്മാർ വരച്ചു. യഥാർത്ഥത്തിൽ ഇത് ബംഗാൾ സ്കൂൾ ചിത്രകലയിലെ ഒരുതരം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ട ഒരു ചിത്രകലയിലെ വൈവിധ്യമാണ്. അതിനെ പിൽക്കാലത്ത് അവതരിപ്പിക്കുകയും അതൊരു ദേശീയ പ്രതീകമാക്കി മാറ്റുകയും ചെയ്തു. സവിശേഷമായ ഒരു പ്രശ്നം ഉയരുന്നു വരുന്നത്, ശ്രീകുമാറിന്റെ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ആ കാവിക്കൊടി മാറ്റി ദേശീയ പതാക വെക്കാമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതിനോട് യോജിക്കാമല്ലോ, അതിനെ വണങ്ങാതിരിക്കാമല്ലോ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വണങ്ങാതിരിക്കാനും അങ്ങനെ മാറ്റി ഒരു ദേശീയ പതാക അവിടെ സ്ഥാപിക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്താണ്? ഈ ചിത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ആധികാരികമായ ചിത്രമായി മാറുന്നത്? ഈ ചിത്രം എങ്ങനെ ഇന്ത്യയുടെ ഒരു അംഗീകരിക്കപ്പെട്ട ശങ്കുറ്റിദാസെ 947 നിങ്ങൾ വിട്ടേക്ക്, 948, 49 വിട്ടേക്ക്, 949 നവംബർ മാസം 26-ന് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിക്കുകയും 950-ൽ ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ കോൺസ്റ്റിറ്റ്യൂഷനെ മറികടക്കാൻ, ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം പ്രതീകങ്ങളെ അവതരിപ്പിക്കാൻ, ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം മിത്തുകളെയും ആ കോൺസ്റ്റിറ്റ്യൂഷന് പകരം ഐതിഹ്യങ്ങളെയും പ്രതിഷ്ഠിക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. ശങ്കുറ്റിദാസിന് വ്യക്തിപരമായ അധികാരമുണ്ട്, ഗവർണർ എന്ന നിലയിൽ വ്യക്തിക്ക് അധികാരമുണ്ട്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഇഷ്ടമുള്ളതുപോലെ ഔദ്യോഗിക സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കാനുള്ള അവകാശം ഇല്ല ശങ്കുറ്റിദാസെ. കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ വാക്കുകളും, അഭിലാഷെ ഞാൻ ഡിബേറ്റ് ചെയ്യാം,
ഒരിടത്തും ഒരു പ്രിവിലേജും ഗവർണർക്ക് ഇല്ല. ശരി, ഇവിടെ ശ്രീ ശങ്കുട്ടിദാസ്, താങ്കൾ നേരത്തെ പി ശ്രീകുമാറിന്റെ ലേഖനം ഉദ്ധരിച്ചല്ലോ. വേണമെങ്കിൽ കാവിക്കൊടി മാറ്റി ത്രിവർണ പതാക വെക്കാം എന്ന് പറഞ്ഞിരുന്നു അത്രേ. ആർക്ക് വേണമെങ്കിൽ ത്രിവർണ പതാക വെക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ത്രിവർണ പതാക വേണ്ടാത്തത് എന്നുള്ളതാണല്ലോ അവിടുത്തെ മൗലികമായ പ്രശ്നം. അത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഓർഗനൈസർ ലേഖനത്തിൽ പറഞ്ഞ കാര്യം നേരത്തെ ഷിജു ഖാൻ ഉദ്ധരിച്ചു. 3 എന്ന സങ്കല്പം തന്നെ തിന്മയാണ്. ഇത് രാജ്യത്തിന് അപകടകരമാണ്. ഇഞ്ചൂറിയസ് ടു ദ നേഷൻ, ഈസ് ഇഞ്ചൂറിയസ് ടു ദ കൺട്രി എന്നാണ് ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പം രാജ്യത്തിന് അപകടമാണ് ഈ 3 നിറങ്ങളുള്ള കൊടി എന്ന് ഒരു കാലത്ത് നിലപാടെടുക്കുക. ഇപ്പോൾ RSSന്റെ ബൈബിളും ഭഗവത്ഗീതയും ഒക്കെ വിചാരധാരയാണല്ലോ. വിചാരധാരയിൽ തന്നെ ഗോൾവാൾക്കർ ചോദിക്കുന്ന ചോദ്യം, ഈ പതാക എന്തിനാണ്? നമുക്ക് സ്വന്തമായിട്ടൊരു പതാകയില്ലേ? നമ്മുടെ ഈ പരമ്പരാഗത രാജ്യത്തിന്, ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിന് സ്വന്തമായ ഒരു സിമ്പൽ ഇല്ലേ? സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലേ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഐഡിയോളജിക്കലായ എതിർപ്പ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണല്ലോ വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണമെങ്കിൽ ത്രിവർണ്ണ പതാക വെക്കാം എന്ന് പറയുന്നത്. അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. മറ്റു രണ്ടുപേര് സംസാരിക്കുമ്പോഴും അങ്ങ് തീരെ ഇടപെടാതെ, അവരെ ഇടമുറിയാതെ സംസാരിക്കാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അങ്ങ് നിരന്തരമായിട്ട് ഇടപെടുകയും അങ്ങയുടെ അജണ്ട അതിൽ ആരോപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ത്രിമൂർത്തി സങ്കല്പത്തെ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സങ്കല്പമായി കരുതുന്ന, ത്രിഗുണങ്ങളിലും ത്രിദോഷങ്ങളിലും അതേപോലെ തന്നെ ത്രിശക്തിയിലും ഒക്കെ സങ്കല്പിക്കുന്ന, തൃശൂലത്തിൽ ആരാധിക്കുന്ന ഒരു ജനത 3-നെ ഒരു പാപചിഹ്നമായിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഒരു വാദമായിട്ട് ഉന്നയിക്കാൻ എനിക്കറിയില്ല. ലേഖനത്തിൽ അത് ലേഖകന്റെ അഭിപ്രായമായിരിക്കും. ഓർഗനൈസർ എന്ന് പറയുന്നത് ഓർഗനൈസറിൽ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികൾ അവരുടെ അഭിപ്രായങ്ങൾ എഴുതാറുണ്ട്. ലേഖകന്റെ അഭിപ്രായം എന്ന് പറയുന്നത് സംഘടനയുടെ അഭിപ്രായമല്ലല്ലോ. ഞാൻ ഇതിലേക്ക് ഓരോന്നിലേക്കും വരാം. എനിക്ക് അങ്ങ് മതിയായ സമയം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം മറ്റു 2 പേരും ഒരേ പക്ഷത്തു നിന്നാണല്ലോ സംസാരിച്ച്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിനെ പറ്റി പറയുമ്പോൾ 2 വാചകങ്ങൾ മാത്രം ഞാൻ വായിക്കാം. ഒന്ന്, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ദോ വി സ്റ്റേറ്റ് ദാറ്റ് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഐഡന്റിഫൈ ഇറ്റ്സെൽഫ് വിത്ത് എനി പെർട്ടിക്കുലർ റിലീജിയൻ, ഇറ്റ് ഈസ് നോട്ട് എൻ ഇർറിലീജിയസ് ഓർ എത്തീസ്റ്റിക് സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറ്റ് വിൽ റെസ്പെക്ട് ഓൾ ഫെയ്ത്ത്സ് ആൻഡ് റിലീജിയൻസ്. നമ്മൾ മതേതര രാഷ്ട്രം എന്ന് പറയുമ്പോൾ മതമില്ലാത്ത രാഷ്ട്രമോ മതവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രമോ അല്ല, എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന രാഷ്ട്രമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ രാജ്യത്തിന്റെ നേച്ചറിനെ സംബന്ധിച്ച ഡിബേറ്റിൽ ഡോക്ടർ KM മുൻഷി, നെഹ്റു മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന ഡോക്ടർ KM മുൻഷി പറയുന്നു, വി ആർ എ പീപ്പിൾ വിത്ത് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇന്ത്യൻ കൾച്ചർ ഈസ് ഹിന്ദു കൾച്ചർ ഇൻ ഇറ്റ്സ് ബ്രോഡസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻക്ലൂസീവ് സെൻസ്. നമ്മളൊരു സംസ്കാരമില്ലാത്ത ജനതയല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഏതാണ്? ഇത് രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം എന്ന് ഡോക്ടർ KM മുൻഷി പറയുന്നുണ്ട്. ഈ പക്ഷങ്ങളെയൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ 1ാമത്തെ അനുച്ഛേദം, ഫസ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത്, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ, അതായത് ഭാരതം, ഈ സ്റ്റേറ്റുകളുടെ ഒരു യൂണിയൻ ആയിരിക്കുന്ന. അവിടെ ഭാരതം എന്ന് പറയുന്ന സങ്കല്പത്തെ തള്ളിക്കളയല്ല. ഈ പറയുന്ന കൊളോണിയൽ ഭരണക്രമത്തിലൂടെ വന്നിട്ടുള്ള ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യ എന്നുള്ള പേരിനെ മാത്രമല്ല, അതിന് പ്രിഡേറ്റ് ചെയ്യുന്ന, അതിനെ മുന്നേ നിൽക്കുന്ന ഭാരതം എന്ന് പറയുന്ന ആ സങ്കല്പത്തെ കൂടി അംഗീകരിച്ചുകൊണ്ട്, ഭാരതം എന്നതുകൂടി ഈ രാജ്യത്തിന്റെ ഔദ്യോഗിക പേരായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നത്. പിന്നെ ഈ ഭരണഘടനയിൽ എവിടെയാണ് ഈ പറയുന്ന ഇത്തരം സിമ്പലുകളെ മാനിക്കാനുള്ള അവകാശം എവിടെയാണ്? ഇത് ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്ത് നോക്കുക. ആർട്ടിക്കിൾ 51A, ആ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിലെ 2ാമത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് പറയുന്നത് ടു എൻറിച്ച് ആൻഡ് ചെറിഷ് ദ സിംബൽസ് ദാറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിഹ്നങ്ങളെയും സിംബലുകളെയും മാനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം 1905 ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ ആദ്യമായിട്ട് ഉടലെടുക്കുന്ന ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഏറ്റവും പ്രേരക ശക്തിയായിട്ടുള്ളൊരു സങ്കല്പമാണ്. ഈ രാജ്യത്തെ മാതാവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് വൈദേശികാധിനിവേശത്തിന് കീഴിൽ മാനം സംരക്ഷിക്കാൻ വേണ്ടി ഉഴലുന്ന മാതാവായിട്ടും ആ മാതാവിനെ രക്ഷിക്കേണ്ട ബാധ്യതയുള്ള പുത്രന്മാരാണ് നമ്മൾ ഓരോരുത്തരും എന്ന സങ്കല്പം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് വന്ദേ മാതരം അതിന്റെ ഹൃദയഗീതമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ് എന്ന് നമ്മുടെ ഒരു മുദ്രാവാക്യമായി മാറിയത്. ആ സങ്കല്പം രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സങ്കല്പമാണ്. എന്നാൽ ഈ സങ്കല്പം ഉണ്ടാവുന്നത് ഈ പറയുന്ന 1904 അഭിനേന്ദ്രനാഥ് ടാഗോർ വരയ്ക്കുമ്പോഴല്ല. അതും നിങ്ങളുടെ തെറ്റായിട്ടുള്ളൊരു സങ്കല്പം മാത്രമാണ്. ബംഗാൾ മാതയാണ് പിന്നീട് ഭാരത് മാതയായത്. അതിന് മുൻപ് അങ്ങനെ ഒരു സങ്കല്പം ഇല്ല എന്ന് പറഞ്ഞാൽ ചരിത്ര വിരുദ്ധതയാണത്.
ഞാൻ പറഞ്ഞു 1904 അഭിനീന്ദ്രനാഥ് ടാഗോറിന്റെ ചിത്രം വരുന്നത്. 1897 വിവേകാനന്ദ സ്വാമിയുടെ ക്ലാരിയൻ കോൾ ടു ദ യൂത്ത്. എന്താ പറയുന്നത്? രത്നസിംഹാസനത്തിൽ ആസനസ്ഥയായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ഭാരതമാതാവ് മാത്രമാണ് നമ്മുടെ ദൈവം. ഇനിയുള്ള 50 വർഷത്തേക്ക് നിങ്ങൾക്ക് മറ്റു മതങ്ങളോ മറ്റു ദൈവങ്ങളോ ഇല്ല. ആ ഭാരതമാതാവിന്റെ മോചനത്തിന് വേണ്ടി പ്രയത്നിക്കുകയാണ്. കൃത്യം 50 വർഷങ്ങൾക്ക് ശേഷമാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1883 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് വരുന്നത്. 1872 കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ ഭാരത് മാത എന്ന് പറയുന്ന നോവൽ ഉണ്ടാവുന്നത്. 16-ാം നൂറ്റാണ്ടിലെ മറാത്ത സാമ്രാജ്യത്തിന്റെ രാഷ്ട്രസങ്കല്പത്തിൽ മാ ഭവാനി, മാ ഭാരതി തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളുണ്ട്. ദുർഗയായിട്ടുള്ള ദേവിയായിട്ടുള്ള അമ്മയായി തന്നെയാണ് കാണുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന് സമാനമായിട്ടുള്ള സങ്കല്പമുണ്ട്. ഹിന്ദു ടെക്സ്റ്റുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അഥർവവേദത്തിലാണ് ഭൂമി മാതാ പുത്രോഹം പൃഥ്വിയ എന്ന് പറയുന്നത്. ഭൂമി അമ്മയാണ്, നമ്മൾ അതിന്റെ മക്കളാണെന്ന് പറയുന്നത്. രാമായണത്തിൽ ജനനീ ജന്മ ഭൂമിശ്ച സ്വർഗാദപി ഗരീയസി, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ മഹത്തരമാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ വിഷ്ണു പുരാണത്തിൽ ഭഗവതിയായിട്ട് ദേവിയായിട്ട് തന്നെയാണ് ഭാരതത്തെ അവതരിപ്പിക്കുന്നത്. ഉത്തരമിയത് സമുദ്രസ്യാം ഹിമാദ്രേശ്ചൈവ ദക്ഷിണം വർഷം തത് ഭാരത് നാമ ഭാരതീപുത്ര സന്തതി. എന്താണ്? ഹിമാലയത്തിന് താഴെയായിട്ടും ഹിന്ദു മഹാസമുദ്രത്തിന് മേലെയായിട്ടുമുള്ള ദേവനിർമ്മിതമായിട്ടുള്ള ഈ പുണ്യഭൂമി എവിടെ വസിക്കുന്ന മുഴുവൻ ഭാരതീയരുടെയും അമ്മയാണ് എന്ന് പറയുന്നത് വിഷ്ണു പുരാണത്തിലാണ്. അങ്ങനെ അന്ന് മുതൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരം രൂപപ്പെടുന്ന കാലം മുതൽക്കുള്ള സങ്കല്പമാണ് സേക്രഡ് ജോഗ്രഫി. ആ സേക്രഡ് ജോഗ്രഫിയോട് അനുബന്ധമായിട്ടുള്ള ഡിവൈൻ മദർഹുഡ് ഈ രാഷ്ട്രത്തെ ഒരു ദിവ്യദേശമായിട്ടും അതിനെ ദേവതാരൂപത്തിന്റെ പ്രതിഫലനമായിട്ടും കാണുന്ന സംസ്കൃതി നമുക്കുള്ളതാണ്. അതാണ് ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ പലതരത്തിൽ പരിണാമപ്പെട്ട് അവസാനം ഭാരത് മാതായിൽ എത്തിയത്. ഭാരത് മാത എന്ന് പറയുന്നത് 1904 അവതരിപ്പിച്ചിട്ടുള്ള സങ്കല്പമാണെന്ന് പറയുന്നത് ചരിത്ര വിരുദ്ധതയാണ്. ഞാൻ പറയുന്നത് നമ്മൾ മതേതര രാഷ്ട്രമാണെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയെയും പൈതൃകത്തെയും പൂർണ്ണമായി നിഷേധിക്കുകയല്ല. ഈ രാഷ്ട്രത്തിന്റെ കൾച്ചറൽ എത്തോസിനെ, ഈ രാഷ്ട്രത്തിന്റെ സിവിലൈസേഷണൽ റൂട്ട്സിനെ നിഷേധിക്കുകയല്ല. ഇന്ത്യയുടെ പൊളിറ്റി ഹിന്ദു പൊളിറ്റിയാണ്. ഇതൊരു ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് രാജ്യമാണ്, സമ്മതിച്ചു. പക്ഷെ അതിന്റെ പൊളിറ്റി അടിസ്ഥാനപരമായിട്ട് ഹിന്ദു പൊളിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്ക് സംവിധാനം ഉണ്ടായത്, അതുകൊണ്ടാണ് നമുക്ക് സഭാ സമിതി പഞ്ചായത്തുകൾ ഉണ്ടായത്, അതുകൊണ്ടാണ് നമുക്ക് റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ധർമ്മയുടെ സങ്കല്പം ഉണ്ടായത്. ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരിക്കുക എന്ന് പറയുന്ന സങ്കല്പം നമുക്ക് ഉണ്ടായത്. ഈ പറയുന്ന നാഷണൽ മോട്ടോ മുതൽ നാഷണൽ സിംബൽ വരെ ഹിന്ദു സൂക്തങ്ങളിൽ നിന്നും ശ്ലോകങ്ങളിൽ നിന്ന് ഇൻസ്പയർഡ് ആയത്. ഇന്ത്യൻ ആർമിയുടെ എത്രയോ ബറ്റാലിയന്റെ വാർക്രൈ, ഇപ്പൊ JNK ലൈറ്റ് ഇൻഫൻട്രിയുടെ വാർക്രൈ എന്ന് പറയുന്നത് ഭാരത് മാതാ കി ജയ് എന്നുള്ളതാണ്. ഗോർഖ റെജിമെന്റിന്റെ കാളി മാതാ കി ജയ് എന്നുള്ളതാണ്. ഗർവാൽ റെജിമെന്റിന്റെ അങ്ങനെയുള്ള എത്രയോ റെജിമെന്റ്, ഇപ്പൊ നമ്മുടെ ബ്രഹ്മോസ് റെജിമെന്റിന്റെ എടുത്തു കഴിഞ്ഞാൽ സ്വാമിയെ ശരണോയ്യപ്പ എന്നുള്ളതാണ്. ഇതിനൊന്നും ഒരു മതത്തിന്റെ സിംബലാണ്, അതുകൊണ്ട് മാറ്റി നിർത്തേണ്ടതാണ് നമ്മൾ സങ്കല്പിച്ചിട്ടില്ല. ഇത് ഈ രാജ്യത്തിന്റെ പരിണാമത്തിന്റെ, ഈ രാജ്യത്തിന്റെ സംസ്കൃതിയുടെ വികാസത്തിന്റെ ഘട്ടത്തിലെ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങളാണ്. അവയെ കൂടി ചേർത്ത് പിടിക്കുന്ന സാംസ്കാരിക രാഷ്ട്രമായി മാറുന്നത് എന്നത് മനസ്സിലാക്കണം. ഇവിടെ എന്താ ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ശങ്കുവിന് തന്നു. ഭാരത് മാതാ സങ്കല്പത്തിന് ഭരണഘടന കംപ്ലീറ്റ് ചെയ്തോളൂ. ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വാചകം കൂടി ഞാൻ പറയാം. 2021 22 എന്ന് ഓർമ്മയില്ല, തമിഴ്നാട്ടിലുള്ള BJP ഓഫീസിലുള്ള ഭാരത് മാതാ ചിത്രങ്ങൾ മുഴുവൻ DMKയുടെ സർക്കാർ പിടിച്ചെടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പഴയ പത്രങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. അതായത് വിഭജനകരമായിട്ടുള്ള അശാന്തി ഉണ്ടാക്കുന്ന, സംഘർഷത്തിന് കാരണമാവുന്ന ചിത്രങ്ങളോ പ്രതിമകളോ ഒന്നും എവിടെയും സ്ഥാപിക്കാൻ പാടില്ല എന്നൊരു വിജ്ഞാപനം ഇറക്കി. ആ വിജ്ഞാപനത്തിന്റെ ഭാഗമായിട്ട് ഭാരത് മാതാ ചിത്രങ്ങൾ അത്തരത്തിൽ അശാന്തി സൃഷ്ടിക്കുന്നതാണെന്ന് പറഞ്ഞ് BJP ഓഫീസുകളിൽ പോയി ഭാരത് മാതാ ചിത്രങ്ങൾ എടുത്തു കളയുകയും പല സ്ഥലത്തും സ്ഥാപിച്ച ഭാരത് മാതാ ചിത്രങ്ങൾ മാറ്റുകയും ചെയ്തു. ഇതിനെതിരെ തമിഴ്നാട് ഹൈക്കോടതിയിൽ മധുര ബെഞ്ചിന് മുമ്പിൽ ഒരു ഹർജി ഉണ്ടായി. അന്ന് മധുര ബെഞ്ച് പറഞ്ഞത് ഭാരത് മാതയെ ആദരിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തോടും പാരമ്പര്യത്തോടുമുള്ള നമ്മുടെ സമർപ്പണ ബുദ്ധി പ്രദർശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്, ആത്മാഭിമാനത്തിന്റെ പ്രദർശനമാണ്. അതുകൊണ്ട് അത്തരം ചിഹ്നങ്ങളെ ആദരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ്. ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് ആണ് ഹൈക്കോടതികളും സുപ്രീം കോടതികളും. ഭരണഘടനാ ലംഘനങ്ങളെ ചോദ്യം ചെയ്യാനും ഭരണഘടനയെ നിർവചിക്കാനും അധികാരമുള്ള കോടതികളാണ്. അങ്ങനെ ഒരു കോടതിയുടെ വിധി ഇവിടെ നിൽക്കുന്നുണ്ട്. ഭാരത് മാതയെ ആദരിക്കുന്നത് സാംസ്കാരികമായിട്ടുള്ള പൈതൃകമായിട്ടുള്ള ആത്മാഭിമാനത്തിന്റെ ഇവിടെയുള്ള പ്രശ്നം ശ്രീ ശങ്കു, ഈ സാംസ്കാരിക പൈതൃകം ഏകശിലാത്മകമാണ് എന്ന് വാദിക്കുന്നതാണ് പ്രശ്നം. പിതൃഭൂമിയും പുണ്യഭൂമിയും ഒന്നായിട്ടുള്ള മനുഷ്യരുടെ, അതായത് ഹിന്ദുക്കളുടെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് VD സവർക്കർ മുന്നോട്ട് വെച്ച ഹിന്ദുത്വ. അപ്പൊ അതിനപ്പുറത്ത് ഈ രാജ്യം പക്ഷേ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ ഹൈന്ദവമായ പാരമ്പര്യം മാത്രമല്ല, ഇവിടെ ഷിജു ഖാൻ പറഞ്ഞ നന്ദലാൽ ബോസിന്റെ ഇലസ്ട്രേഷൻ ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനയുടെ പതിപ്പിലുള്ള ഇലസ്ട്രേഷനിൽ ഹൈന്ദവ പാരമ്പര്യമുണ്ട്, രാമായണവും മഹാഭാരതവും അടക്കമുണ്ട്, അശോകനുണ്ട്, ബൗദ്ധ പാരമ്പര്യമുണ്ട്, മഹാവീരന്റെ ജൈന പാരമ്പര്യമുണ്ട്, ഒപ്പം അക്ബറിന്റെ കോടതിയുണ്ട്, ടിപ്പു സുൽത്താനുണ്ട്, റാണി ലക്ഷ്മിഭായി ഉണ്ട്.
എല്ലാ ഇന്ത്യയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഉൾച്ചേർന്ന ഒരു വലിയ പാരമ്പര്യമാണ് ഇന്ത്യയുടെ ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. അത് ഹൈന്ദവമാണ്, ഹൈന്ദവേതരമല്ലാത്ത ഹൈന്ദവേതരമായ എല്ലാം ഫോറിൻ എലമെന്റ്സ് ആണ് എന്ന്. ഇപ്പോൾ ഫോറിൻ എലമെന്റ്സ് എന്നുള്ള വാക്ക് ഗോൾവാൾക്കർ അദ്ദേഹത്തിന്റെ വി ഓർ അവർ നേഷൻഹുഡിൽ ഉപയോഗിക്കുന്നുണ്ട്. ഹൈന്ദവേതരമായ എല്ലാം ഫോറിൻ എലമെന്റ്സ് ആണെന്ന് കാണുന്നിടത്താണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഭാരത് മാതയുടെ വിഷയം വരുമ്പോഴും ഇപ്പോൾ താങ്കൾ തന്നെ ഉദ്ധരിച്ച ആർട്ടിക്കിൾ 15(1)(a) അതിൽ ടു എബൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെസ്പെക്ട് ഇറ്റ്സ് ഐഡിയൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് ദ നാഷണൽ ആന്തം എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊവിഷൻ തന്നെ. അപ്പോൾ നമ്മൾ ദേശീയ ചിഹ്നങ്ങളെ, ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കണം, കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമായി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ ഇരിക്കെ വേണമെങ്കിൽ ഞങ്ങൾ ദേശീയ പതാക വെക്കാം, കാവിക്കൊടി മാറ്റി എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആളുകൾക്ക്, താങ്കൾ പറഞ്ഞ കാര്യവും ഞാൻ പറഞ്ഞ കാര്യവും കേട്ടിട്ടുള്ള ആളുകൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആണെന്ന്. ഒരു വാചകം കൊണ്ട്, ഒറ്റ വാചകം കൊണ്ട് നോക്കൂ. കാവി പതാക എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഗുരുപരമ്പരയെ സൂചിപ്പിക്കുന്ന ഒരു പ്രാചീനമായിട്ടുള്ള ചിഹ്നമാണ്. 1925 RSS ഉണ്ടാവുന്നത്. RSS ഉണ്ടായതിനു ശേഷമല്ല കാവി പതാക ഉണ്ടായത്. കാവി പതാകയെ നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ മുകളിലെ നിറമായി സ്വീകരിക്കുന്നത് അത് ത്യാഗത്തെയും സമർപ്പണത്തെയും വാല്യൂറിനെയും സൂചിപ്പിക്കുന്നുണ്ടാണ്. അത് ഈ ആർഷഭാരതത്തിലെ ഗുരുപരമ്പരയെ, സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പം എന്നുള്ള രീതിയിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ്. അത് മറാത്ത സാമ്രാജ്യത്തിന്റെ കൊടിയടയാളമാണ്. അത് ഗുപ്ത എംപയറിന്റെ പീരീഡിൽ നമ്മുടെ കൊടിയടയാളമാണ്. അത് മറാത്ത സാമ്രാജ്യത്തിന്റെ കൊടിയടയാളമാണ്. അങ്ങനെ ഈ ഹിന്ദു സംസ്കൃതിയുടെ സിവിലൈസേഷന്റെ വളരെ ദീർഘമായിട്ടുള്ള പ്രയാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ബഹുമാനിക്കപ്പെട്ട, ആദരിക്കപ്പെട്ടിട്ടുള്ള ഒരു ചിഹ്നമാണ് കാവി പതാക. എന്റെ പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ ഒരു വാചകം എന്നാണ് പറഞ്ഞത്. ഇനി ജിൻഡോയുടെ അവസരമാണ്. പോയെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ പൈതൃകവും പ്ലൂറലാണ് എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ആ പ്ലൂറലിസത്തെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ പ്ലൂറലിസത്തെ ബഹുമാനിക്കുന്നതാണ് നമ്മുടെ രാഷ്ട്രസങ്കല്പം എന്നുള്ളതാണ് എന്റെ പോയിന്റ്. താങ്കൾ പറഞ്ഞാൽ വിശദമായി പറഞ്ഞു. ഇനി ജിൻഡോ ജോണിന്റെ അവസരം. ശ്രീ ജിൻഡോ, ഇവിടെ ഇപ്പോൾ ഈ ഡിബേറ്റ് പെട്ടെന്ന് ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കണം. ഒറ്റ വാചകം കൂടി. ഭാരത് മാതയുടെ കയ്യിൽ എന്തുകൊണ്ട് ത്രിവർണ്ണ പതാക ഉണ്ടായില്ല, കാവ്യ പതാകയായി എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, ഭാരത് മാത എന്നുള്ള കൺസെപ്റ്റ് ഉടലെടുക്കുന്ന കാലത്ത് ത്രിവർണ്ണ പതാക ഉണ്ടായിട്ടില്ല. ത്രിവർണ്ണ പതാക ഉണ്ടാവുന്ന 1931 മാത്രമാണ്. അതിനും മുൻപേ ഉള്ളതാണ് ഭാരത് മാതാ സങ്കല്പം. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ കയ്യിലുള്ള ചിഹ്നം ഭാരതത്തിന്റെ പ്രാചീനമായിട്ടുള്ള ഗുരുപരമ്പരയുടെ ചിഹ്നമായി പോയി. ഇവിടെ ശ്രീ ജിൻഡോ, പ്രാചീനമായ ഗുരുപരമ്പരകളുടെ ആ പ്രതീകത്തെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ അതങ്ങനെ വെക്കുന്നത് കൊണ്ട് എന്താണ് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കുഴപ്പം എന്ന് സ്വാഭാവികമായും BJP ചോദിക്കും. ഈ ഡിബേറ്റ് ഒരു പക്ഷേ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പഞ്ചാബ് രാജ്ഭവനും ഇതേ മാതൃക പിന്തുടരാൻ പോവുകയാണ്. മറ്റിടങ്ങളിലും സ്വാഭാവികമായി വന്നേക്കാം. ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഔദ്യോഗിക ചിത്രങ്ങളിലോ ചിഹ്നങ്ങളിലോ ഇടം പിടിക്കാത്ത ഒന്നാണ് ഭാരത് മാതയുടെ ഈ രൂപത്തിലുള്ള ചിത്രം. ഭാരത് മാത എന്ന സങ്കല്പം നിശ്ചയമായും പല കാലഘട്ടങ്ങളുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിലും അത് ഉപയോഗിച്ചിട്ടുണ്ട്, കേരളത്തിലും ഉപയോഗിച്ചിട്ടുണ്ട് മാതാവ് എന്ന സങ്കല്പം. അപ്പോൾ അതിനപ്പുറത്ത് ഇതൊരു പൊളിറ്റിക്കൽ ബിംബമായി വളരെ പെട്ടെന്ന് ഔദ്യോഗികവൽക്കരിക്കാൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ, എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ ഭാരത് മാത, ഈ പറഞ്ഞ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രം കൊണ്ടുവന്ന് ഇതാണ് ഭാരത് മാത എന്ന് പറഞ്ഞ് RSSകാരായിട്ടുള്ള ഗവർണർമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാജ്ഭവനുകളിൽ ഇത് വെച്ച് ആരാധിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് രഹസ്യമായിട്ട് കടത്താനേ പറ്റുള്ളൂ. പരസ്യമായിട്ട് കൊണ്ടുവന്നാൽ നാട്ടുകാർക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം വലിയ പഴക്കമൊന്നുമില്ലല്ലോ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അപ്പോൾ ചരിത്ര പുസ്തകങ്ങൾ മുഴുവനായിട്ടും തിരുത്തി എഴുതുകയും വക്രീകരിക്കുകയും ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ട കൊണ്ട് ആളുകൾക്ക് കുറെ കൂടി ചരിത്രബോധമൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നതുകൊണ്ട് ഇവർ പറയുന്ന കാവിക്കൊടി ഏന്തിയ ആ വനിതയുടെ ചിത്രം ഭാരതാംബയാണെന്ന് പറഞ്ഞ് ഇവർ അംഗീകരിക്കാൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ അത്രത്തോളം ഏറ്റെടുക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായിട്ട് കടന്നത്. ഇനി ഒരു കാര്യം കൂടി, സാരാനാഥിലെ സിംഹമുദ്രയും അല്ലെങ്കിൽ അശോക ചക്രവും മൂവർണ്ണക്കൊടിയും ഒക്കെ ഈ രാജ്യത്തിൻ്റെ ദേശീയ ചിഹ്നങ്ങളും ബിംബങ്ങളുമായിട്ടൊക്കെ അല്ലെങ്കിൽ ദേശീയ പതാകയായിട്ടൊക്കെ നമ്മൾ അംഗീകരിച്ചപ്പോൾ എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളെയും ക്രോഡീകരിച്ചുകൊണ്ട് അതിന് അതീതമായിട്ട് നമ്മളൊരു തീരുമാനമെടുത്ത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, രാഷ്ട്ര നിർമ്മിതിക്ക് ശേഷം, ഭരണഘടന അംഗീകരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ തീരുമാനിച്ചതിന് ഒരു കാരണമുണ്ട്. ആ തീരുമാനിച്ച ഘട്ടത്തിലൊന്നും ഇവർ ഈ പറയുന്ന ഈ ചിത്രം, RSSകാർ ഭാരത് മാത എന്ന് അവകാശപ്പെടുന്ന ഈ ചിത്രം നമ്മുടെ ദേശീയ ചിഹ്നമോ അല്ലെങ്കിൽ രൂപമോ അല്ലെങ്കിൽ ഐക്കണായിട്ടോ ഒന്നും സ്വീകരിക്കാത്തതിന് കാരണം എന്താ? ഇത് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമേ അല്ലായിരുന്നു. ഇനി അദ്ദേഹം പറയുന്നത് ഈ ഇവരുടെ ഭാരത് മാതയുടെ കയ്യിലിരിക്കുന്ന കാവിക്കൊടി അത് പഴയ സങ്കല്പമാണെന്ന്. ഞാൻ പറയുന്നത് RSSന്റെ നാഗ്പൂരിൽ ഇരിക്കുന്ന ഏതെങ്കിലും സർസംഘചാലകന്മാർ സ്വപ്നം കാണുന്നത് ശിവകാശിയിലെ പ്രസ്സിലടിച്ചിട്ട് ഇത് കേരളത്തിലെ രാജ്ഭവനിൽ കൊണ്ടുവന്നിട്ട് ഇത് പ്രാചീനമായ ഭാരത് മാതയാണെന്നൊക്കെ പറഞ്ഞാൽ, പഴയ ഭാരത് മാത കൺസെപ്റ്റിൽ ഏറ്റവും ആദ്യം വരയ്ക്കപ്പെട്ട ചിത്രത്തിൽ ഈ കാവിക്കൊടി ഉണ്ടായിരുന്നില്ലല്ലോ.
അപ്പൊ ഈ കൊടി എവിടെ നിന്ന് വന്നു? ഇനി BJP-യുടെ തന്നെ IT സെല്ല് അല്ലെങ്കിൽ BJP-യുടെ തന്നെ IT വിദഗ്ധന്മാർ രൂപകൽപ്പന ചെയ്ത് നിങ്ങളുടെ തന്നെ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച ആ ചിത്രത്തിൽ ഭാരത് മാതയുടെ കയ്യിൽ, നിങ്ങൾ പറയുന്ന ഭാരത് മാതയുടെ കയ്യിലിരിക്കുന്ന എന്താ മൂവർണ്ണ കൊടിയായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായിരുന്നു ആ കൺഫ്യൂഷൻ? ഏതാണ് യഥാർത്ഥ ഭാരത് മാത എന്ന്? ഇനി ഇതൊന്നും അംഗീകരിക്കപ്പെടാതിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഈ രാജ്യത്തിന്റെ ത്രിവർണ്ണ അല്ല, ഈ രാജ്യത്തിന്റെ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ പ്ലീസ്, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അല്ല, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഗാന്ധി, നെഹ്റു, ഇന്ദിരാഗാന്ധി, പട്ടേൽ, ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെ പേരെ കോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഗോൾവർക്കറുടെയും അല്ലെങ്കിൽ ഹെഗ്ഡേവാറിന്റെയും സവർക്കറുടെയും ഒന്നും പേര് കോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അവരൊക്കെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ടത്തിന്റെ സമയത്ത് ഒളിവിലിരുന്ന് ഒറ്റുകൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഹിന്ദു മുസ്ലിം ഏകതയ്ക്ക് വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് ശ്രമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. അപ്പൊ നമ്മൾ ഈ ദേശീയ പതാകയും ദേശീയ ചിഹ്നങ്ങളൊക്കെ അംഗീകരിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഭാരതത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്ന ചർച്ച നടക്കുമ്പോൾ നിങ്ങളുടെ ഈ ചിഹ്നങ്ങളൊന്നും സ്വീകരിക്കപ്പെടാത്തതിന് കാരണം എന്താണെന്ന് അറിയോ? നിങ്ങൾ അന്ന് ഒളിവിലായിരുന്നു. നിങ്ങൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യായിരുന്നു. 1949 നവംബർ 30 ഓർഗനൈസറിൽ വന്ന ലേഖനത്തിൽ പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന വിദേശങ്ങളിൽ നിന്ന് കടം കൊള്ളേണ്ടതല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടന മനുസ്മൃതിയാക്കണമെന്നാണ് പറയുന്നത്. ആ തീരുമാനം ഇപ്പോഴും BJP-ക്ക് ഉണ്ടോ? ഇനി ഈ രാജ്യത്തിന്റെ മൂവർണ്ണ കൊടിയെ, ത്രിവർണ്ണ പതാകയെ പല കാലഘട്ടത്തിലും RSSന്റെ നേതൃത്വത്തിൽ, ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ പറയുന്നു ഈ ഭാരത് മാത എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ സമയത്ത്, വിപ്ലവങ്ങളുടെ സമയത്തൊക്കെ അതാത് രാജ്യങ്ങളിലുള്ള മനുഷ്യർ അവരുടെ ജന്മഭൂമിയെ മാതൃഭൂമി എന്നാണ് പറയുന്നത്, മദർലാൻഡ് എന്നാണ് പറയുന്നത്. അത് ഏതെങ്കിലും RSSകാരൻ കോയിൻ ചെയ്തൊരു വേർഡാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി രണ്ട് കാവി BJP-യുടെ ആണ്, RSSന്റെ ആണെന്ന് ആരാ പറഞ്ഞേ? നിങ്ങൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ കാവി എടുത്ത് ഉപയോഗിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ കാഷായം എടുക്കുന്നില്ല? ബുദ്ധമത വിശ്വാസവുമായി ബന്ധപ്പെട്ട കാഷായം എന്ന് പറഞ്ഞ നിറം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? അല്ലെങ്കിൽ വെള്ള നിറം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? എന്തുകൊണ്ട് പച്ച നിറം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് കാവി സെലക്ട് ചെയ്യുന്നു? അപ്പൊ നിങ്ങൾ പറയുന്ന ഈ രാജ്യത്തിന്റെ പൈതൃകം ഹിന്ദു ആണെന്ന്. ഏത് ഹിന്ദു? ഇവിടുത്തെ ദ്രാവിഡന്മാർ നിങ്ങളുടെ ഹിന്ദു കൺസെപ്റ്റിൽ വരുന്നുണ്ടോ? ഏത് ഹിന്ദു? ഇവിടെ കേരളവും കർണാടകയും അല്ലെങ്കിൽ ആന്ധ്രയും ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യ നിങ്ങളുടെ ഈ അഖണ്ഡ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമാകുന്നുണ്ടോ? അപ്പൊ നമ്മൾ പൗരാണിക കാലത്ത്, ചരിത്രാതീത കാലം മുമ്പുള്ള ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുള്ള മിത്തുകളുടെ ബലത്തിലല്ല ഒരു ആധുനിക രാഷ്ട്ര സങ്കല്പത്തെ എൻഡോഴ്സ് ചെയ്യേണ്ടത്. അഭിലാഷ്, ഒരു മിനിറ്റ് കൂടി എനിക്ക് തരണം, ഒരു മിനിറ്റ്. നമ്മുടെ നേതാക്കന്മാരായിട്ടുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള ഹസ്രത്ത് മൊഹാനി ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ ഇവരുടെ സവർക്കറെ പോലുള്ള ആളുകൾ ബ്രിട്ടീഷുകാർക്ക് ആൻഡമാനിലെ ജയിലിരുന്ന് മാപ്പെഴുതി കൊടുക്കായിരുന്നു. അഷ്ഫാഖുള്ള ഖാൻ ഹിന്ദുസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ ഇവർ ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്യുകയായിരുന്നു. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആസാദി സിന്ദാബാദ് എന്ന് പറയുമ്പോൾ ഇവർ ധീരാഷ്ട്രവാദത്തെ കുറിച്ച് പറയുമായിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് ഹിന്ദു മുസ്ലിം ഏകത എന്ന് പറയുമ്പോൾ ഇവര് ജിന്നയുടെ കൂടെ സവർക്കറും അതുപോലെ ഹെഗ്ഡേവാറും ഒക്കെ ധീരാഷ്ട്രവാദ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തിരക്കിലായിരുന്നു. അതുപോലെ ജയ് ഹിന്ദ് എന്ന് ഹസൻ ഹൈനുൽ ആബിദ് വിളിക്കുന്ന സമയത്ത് ഇവരെന്താ വിളിച്ചത്? ഇവര് ഭഗവത് ധ്വജത്തിനാണ് മുദ്രാവാക്യം വിളിച്ചത്, ഇവർ മനുസ്മൃതിക്കാണ് മുദ്രാവാക്യം വിളിച്ചത്. നമ്മൾ ഇന്ത്യ എന്നൊരു രാജ്യത്തിന് സൃഷ്ടി നൽകുന്ന സമയത്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകൾ ഇന്ന് 10-75 വർഷങ്ങൾക്ക് ശേഷം വന്നിരുന്നത് ഇതെല്ലാം ഞങ്ങളുടെ പാരമ്പര്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചരിത്രം ഒറ്റുകാരുടെയാണ്. ഞങ്ങളുടെ, നിങ്ങൾ ഒഴിച്ചുള്ള ഈ പാനിലിരിക്കുന്ന അഭിലാഷിന്റെയും എന്റെയും ഷിജു ഖാന്റെയും അടക്കം ഈ ഭാരതാംബ ചിത്രം എന്ന് നിങ്ങൾ പറയുന്ന കാവിക്കൊടി വെച്ച് പൂജിക്കുന്ന ആ വനിതയുടെ ചിത്രത്തെ ആരാധിക്കുന്ന മുഴുവൻ മനുഷ്യരുടെ ചരിത്രം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തോട് ചേർന്ന് നിന്ന ചരിത്രമാണ്. അത് അവകാശപ്പെടാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല, ഒരു തരിമ്പ് പോലും. അവസാന സമയമാണ്. ശ്രീ ശങ്കു, വളരെ ചുരുക്കി, ഇപ്പോ ഈ മാതൃഭൂമി എന്ന സങ്കല്പം അത് രാജ്യത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിന് അന്യമൊന്നുമല്ല. അപ്പോൾ ഇപ്പം കേരളത്തിൽ തന്നെ വിദ്വാൻ പി കേളുനായർ സ്മരിപ്പിൻ മാതൃഭൂമിയെ വന്ദിപ്പിൻ മാതാവിനെ എന്ന് എഴുതിയിട്ടുണ്ട്. ദേശീയവാദികൾ ഒരു മാധ്യമ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിന് മാതൃഭൂമി എന്ന് പേരിട്ടത് ആ കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ്. ഇത് ഒരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഞങ്ങളുടേത് എന്ന മട്ടിൽ അവതരിപ്പിക്കുമ്പോഴാണല്ലോ മറ്റാളുകൾക്ക് അതിനോട് യോജിക്കാൻ കഴിയാതിരിക്കുന്നത്. അത് ഇനിയുള്ള കാലത്തെങ്കിലും ശ്രദ്ധിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ ജിൻഡോ പറഞ്ഞ അഷ്ഫാഖുള്ള ഖാൻ തൂക്കിലേറ്റപ്പെടുമ്പോൾ രാംപ്രസാദ് മിസ്ബലും അഷ്ഫാഖുള്ള ഖാനും ഒരുമിച്ചാണ് തൂക്കിലേറ്റപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലൂറലായിട്ടുള്ള ചരിത്രത്തെ ഒഴിവാക്കി നമുക്ക് സൗകര്യപ്പെടുന്നത് മാത്രം എന്നുള്ള മട്ടിൽ ഭാരതമാതാവിൻ്റെ കയ്യിൽ ഒരു കൊടി കൊടുക്കുമ്പോഴാണല്ലോ ഈ എതിരഭിപ്രായം മുഴുവൻ വരുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ചെറിയ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് സമയം പോയി. പെട്ടെന്ന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണെങ്കിൽ ഷിജു ഖാൻ കൂട്ടിച്ചേർക്കാം. ഇവിടെ ശങ്കുറ്റിദാസ് പറഞ്ഞ ഈ ഇന്ത്യയിൽ ആകമാനം ഉണ്ടായിരുന്ന പാരമ്പര്യം ഒരു മത പാരമ്പര്യമാണെന്നും അതിൻ്റെ ഒരു മതപരമായ പൊളിറ്റിയാണ് ഇന്ത്യയുടെ
അടിസ്ഥാനമെന്നും പറഞ്ഞ വാദങ്ങൾ സമ്പൂർണ്ണമായും തെറ്റാണ്. പ്രത്യേകിച്ചും ഇത് ബ്രിട്ടീഷുകാർ അവതരിപ്പിക്കുകയും അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു വാദത്തെ, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഒരു ഐക്യത്തെ വിഭജിക്കുന്നതിന് വേണ്ടി അവർ മുന്നോട്ട് വെച്ച ഒരു വാദം അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് പിൽക്കാലത്ത് RSS ഏറ്റെടുക്കുകയായിരുന്നു എന്ന് കാണണം. പിന്നെ ഒരു കാര്യം കൂടി അഭിലാഷേ, അതായത് ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ ജാതികൾ, ദളിതരുടെ, ആദിവാസികളുടെ ഒക്കെ വലിയ സമരങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഈ പറഞ്ഞ ഐതിഹ്യങ്ങളുടെയോ അതിന്റെ മതപരമായ മിത്തോളജിയുടെയോ അടിസ്ഥാനത്തിലൊന്നും അല്ല, ജീവിതാനുഭവങ്ങളിൽ നിന്ന് അതെങ്ങനെ RSS ചോദിക്കാനുള്ള സമയമില്ല, താങ്കളുടെ ടേൺ പറഞ്ഞോളൂ. ഞാൻ ഒരു ചിത്രം ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഭാരത് മാതാ ടെമ്പിൾ ആണോ കണ്ടിട്ടുള്ളതാണ്? നിൽക്കുന്നതാണ് ഇത് ഹരിദ്വാറിലെ ഭാരത് മാതാ ടെമ്പിൾ ആണ്. 1983 ഇന്ദിരാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. 1936 വാരാണസിയിലെ ഭാരത് മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് ഭാരത് മാതാ എന്ന് പറയുന്ന സങ്കല്പത്തെ ഈ അടുത്ത കാലം വരെ കോൺഗ്രസ്സുകാരും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഭാരത് മാതയെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഭാരത് മാത എന്ന് പറയുന്നത്? ക്രൈസ്തവര് കന്യാമറിയത്തെയാണ് ഭാരത് മാത എന്ന് പറയുന്നത്. ഭാരത റാണി ചർച്ചകളുണ്ട്, പള്ളികളുണ്ട് കേരളത്തിൽ പലയിടത്തും. അവിടെ ഭാരത് റാണി എന്ന് പറയുന്നത് ക്രൈസ്തവർ പറയുന്നത് ക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള കന്യാമറിയത്തെയാണ്. നിങ്ങൾ ആരാധിക്കുമോ? പിതൃഭൂമി പാവനഭൂമി എന്നാണ് ഹെഗ്ഡേവാർ അവതരിപ്പിക്കുന്നത്. അപ്പോ മാതാവ് ഒരു വൈകാരിക സാധ്യതയായി കണ്ടുകൊണ്ട് അതിനെ പ്രതീകവൽക്കരിക്കുകയാണ് ഹെഗ്ഡേവാർ. RSSന്റെ ഹെഗ്ഡേവാർ പറഞ്ഞത് മറ്റൊന്നാണ്. രാജ്യത്തിന്റെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ രാജ്യത്തിന്റെ രാജ്ഭവനുകളിലേക്ക് ഇപ്രകാരമുള്ള പ്രതീകങ്ങളെ സന്നിവേശിപ്പിക്കുന്നതും ഭരണഘടനാപരമായിട്ടുള്ള ലംഘനമാണ്. അത് അടുത്ത കാലത്ത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ ഭാരത് മാതാ സങ്കല്പത്തെയും ഹിന്ദുവായി വിദൂര ബന്ധമെങ്കിലുമുള്ള എല്ലാ സങ്കല്പത്തെയും ഇത്രയും ഏത് ഭവനിലുമോ ഒരു പരിപാടി നടത്തുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പടത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് തുടങ്ങിയാൽ ഏറ്റവും അനുയോജ്യമാവും. കാരണം ഗാന്ധിജിയേക്കാൾ വലിയൊരു ഇന്ത്യക്കാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.